പ്ലസ് വൺ ഫോക്കസ് ഏരിയയിലെ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ കംപ്ലീറ്റ് ചാപ്റ്റർ, അതായത് ഫോക്കസ് ഏരിയ ബേസ്ഡ് പോർഷൻസ് മാത്രമായിട്ടുള്ള ഫുൾ ചാപ്റ്റർ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. നല്ലോണം പഠിക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ആദ്യമേ തന്നെ ഇക്വിലിബ്രിയത്തെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ 10ാം ക്ലാസ്സിലോ മറ്റോ പഠിച്ചിട്ടുണ്ടാവാം. അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് എന്താണ് ഇക്വിലിബ്രിയം എന്ന് ആദ്യം നോക്കാം. അത് അറിഞ്ഞെങ്കിൽ മാത്രമേ, അത് നിങ്ങളുടെ എക്സാമിന് വേണ്ടിയുള്ളതല്ല, പക്ഷേ അത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മറ്റ് പോർഷൻസ് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ആ പോർഷനിലേക്ക് പോകാം. നമ്മൾ നോക്കാൻ പോകുന്നത്, ഞാനിപ്പോൾ ഈ ബോർഡിൽ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷനാണ്. അമോണിയ ഉണ്ടാകുന്ന ഇക്വേഷനാണ് ഹേബർ പ്രോസസ്സ് എന്നാണ് അറിയപ്പെടുന്നത്. എന്തോ ആയിക്കോട്ടെ, നൈട്രജനും ഹൈഡ്രജനും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് അമോണിയ എന്ന പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. റിയാക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ പ്രോഡക്റ്റ് ഒന്നുമില്ല. നമുക്കറിയാം, നമ്മുടെ കയ്യിൽ 2 റിയാക്ഷൻസ് മാത്രം ഇരിക്കുക, പ്രോഡക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ശരി, റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ അവരെ തമ്മിൽ ചേർത്തു, റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. റിയാക്ഷൻ തുടങ്ങുന്നതും ഈ 2 റിയാക്റ്റൻസും കൂടെ ചേർന്നുകൊണ്ട് പ്രോഡക്റ്റ് ആയിട്ട് മാറും. അതല്ലേ ആദ്യം നടക്കുന്ന, അങ്ങോട്ട് നടക്കുന്ന ഒരു റിയാക്ഷൻ അല്ലേ ആദ്യം നടക്കുന്നത്. അതായത് റിയാക്റ്റൻസ് തമ്മിൽ ചേർന്ന് പ്രോഡക്റ്റ് ഉണ്ടാകുന്ന റിയാക്ഷൻ. ഈ റിയാക്ഷനെ പറയുന്ന പേരാണ് ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയും. ഇതിനെ ഫോർവേഡ് റിയാക്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഫോർവേഡ് റിയാക്ഷൻ. ഓക്കെ, കുറേ കഴിയുന്ന സമയത്ത് പ്രോഡക്റ്റിൻ്റെ അളവ് കൂടിക്കൊണ്ടേയിരിക്കും. ആദ്യം പ്രോഡക്റ്റ് ഒന്നും ഇല്ലായിരുന്നു, റിയാക്റ്റൻസ് തമ്മിൽ ചേർന്ന് പ്രോഡക്റ്റ് ഉണ്ടായി. കുറേ കഴിയുന്ന സമയത്ത് ഈ പ്രോഡക്റ്റിൻ്റെ അളവ് അവിടെ ഒരുപാടങ്ങ് കൂടും. പെട്ടെന്ന് തന്നെ, കുറേ കഴിയണ്ട, പെട്ടെന്ന് തന്നെ നടക്കും. ചിലപ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നടക്കും. പ്രോഡക്റ്റ് ഒരുപാടങ്ങ് ഉണ്ടാവും, കൂടെ ഹീറ്റ് കൂടെ ഉണ്ടായാലും ഇതൊരു എക്സോതെർമിക് റിയാക്ഷനാണ്. എന്തായാലും ഒരുപാട് ഹീറ്റും ഉണ്ടായി. എന്താ ഇനി സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ആ ഹീറ്റുമായിട്ട് ചേർന്നിട്ട് തിരിച്ചു വരാൻ തുടങ്ങും. തിരിച്ച് സ്പ്ലിറ്റായിട്ട്, ഈ ചൂട് കൊണ്ട് ആ പ്രോഡക്റ്റ് സ്പ്ലിറ്റായിട്ട് അവർ വീണ്ടും റിയാക്റ്റൻസ് ആയിട്ട് മാറും. ഇങ്ങനെ പ്രോഡക്റ്റ് റിയാക്റ്റൻസ് ആയിട്ട് തിരിച്ചു വരുന്ന ഇത്തരം റിയാക്ഷൻസിനെ പറയുന്ന പേരാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയും. അപ്പോൾ ഫോർവേഡ് റിയാക്ഷനായി, ബാക്ക്വേർഡ് റിയാക്ഷനായി. ആദ്യം പ്രോഡക്റ്റ് ഇല്ലായിരുന്നു, കുറേ റിയാക്റ്റൻസ് ഉണ്ടായിരുന്നു. ഈ റിയാക്റ്റൻസ് തമ്മിൽ ചേർന്ന് ഒരുപാട് പ്രോഡക്റ്റ് ആയി കഴിഞ്ഞപ്പോൾ ആ പ്രോഡക്റ്റ് ഒക്കെ കൂടെ തിരിച്ച് വീണ്ടും റിയാക്റ്റൻസ് ആയി മാറുന്നു. അപ്പോൾ റിയാക്ഷൻ്റെ അളവ് കൂടി, അന്നേരം അത് വീണ്ടും പ്രോഡക്റ്റ് ആയിട്ട് മാറും. വീണ്ടും പ്രോഡക്റ്റിൻ്റെ അളവ് കൂടുന്നു, അപ്പോൾ അവർ വീണ്ടും ഹീറ്റുമായിട്ട് ചേർന്ന് റിയാക്റ്റൻ്റായി മാറുന്നു. ഇത്തരം റിയാക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ. ഇങ്ങനെ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും കുറേ സമയം നടന്ന് കുറേ കഴിയും. ഇപ്പം ഞാൻ ഈ പേന ബാലൻസ് ചെയ്യുന്ന കാര്യമോ പറഞ്ഞ്, ഇതിങ്ങനെ ആടി കുറേ കഴിയുമ്പോൾ ഇത് അനങ്ങാതെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഫോർവേഡ് റിയാക്ഷൻ്റെ സ്പീഡും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ സ്പീഡും ഒരേപോലെ ആകുന്ന ഒരു സിറ്റുവേഷൻ എത്തും. ആ സിറ്റുവേഷനെ പറയുന്ന പേരാണ് ഇക്വിലിബ്രിയം. അപ്പോൾ അവിടെ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും നടക്കുന്നില്ല എന്നൊന്നും പറയുന്നില്ല, നമ്മൾ അറിയുന്നില്ല അത് നടക്കുന്നത്, അനങ്ങാതെ നിൽക്കുന്നതായിട്ട് തോന്നും. ഞാനിപ്പോൾ ഇവിടെ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇനി ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്യാത്തതിന് കാരണം നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ ആ പോർഷൻ തന്നിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഇത്ര മാത്രം അറിയുക, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഒരേപോലെയാകുന്ന, ഒരേ സ്പീഡിലാകുന്ന സിറ്റുവേഷനെ പറയുന്ന പേരാണ് ഇക്വിലിബ്രിയം. കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടാണ് അത് ഉണ്ടായതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഒരു കെമിക്കൽ റിയാക്ഷൻ അല്ലേ നടക്കുന്നത്. കെമിക്കൽ പ്രോസസ്സുകളിലൂടെ ഒരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഇതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ബേസിക് ആയിട്ടുള്ള പോർഷൻ. നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന പോർഷനാണ്. ഇത് പഠിക്കാനായിട്ട് അതിന് മുന്നേ ഉള്ള കുറച്ച് പോർഷൻസ് കൂടെ നമുക്ക് പഠിക്കേണ്ടി വരും. നമുക്ക് അതിലേക്ക് ആദ്യം വരാം. ഒരു കെമിക്കൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യുക. A+B ഗീവ്സ് പ്രോഡക്ട്സ്. നമ്മൾ സാധാരണ എടുക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ, ഈ എയും ബിയും ആര് വേണോ ആവാം, ഏത് റിയാക്റ്റൻ്റ് വേണോ ആവാം, അത് പ്രോഡക്റ്റായി മാറുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ. ഈ കെമിക്കൽ റിയാക്ഷന് ഒരു സ്പീഡ് ഉണ്ടാവും. സ്പീഡ് ബൈ ടൈം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ വിട്ടേരം, നമുക്ക് ഇങ്ങനെ പറയാം. റേറ്റ്, ഈ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് ഇറ്റ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ലോ എന്ന് പറയും. നമുക്ക് ലോയിലോട്ടൊന്നും പോകണ്ട, ജസ്റ്റ് ഇത്ര മാത്രം പഠിക്കുക, കാരണം നമുക്കിതൊന്നും ഫോക്കസ് ചെയ്തിലുള്ള പോർഷൻസ് അല്ല. അപ്പോൾ ഈ റേറ്റ് എന്ന് പറഞ്ഞ സാധനം ഇറ്റ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ. ഇവിടെയുള്ള റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ എടുക്കുക. സാധാരണ കോൺസെൻട്രേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ടാണ്. ഇവിടെ 2 റിയാക്റ്റൻസ് അല്ലേ ഉള്ള, എയും ബിയും. ഞാൻ ആദ്യത്തെ റിയാക്റ്റൻറ്റിനെ എടുക്കുന്നു എ, എന്നിട്ട് അതിൻ്റെ കോൺസെൻട്രേഷൻ എടുക്കുന്നു, കോൺസെൻട്രേഷൻ ഓഫ് എ, അതായത് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് എ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇനി ബി ഉണ്ട്, ബിയുടെ കോൺസെൻട്രേഷൻ എടുക്കുന്നു, കോൺസെൻട്രേഷൻ ഓഫ് ബി. സോ ദിസ് ഈസ് ദ മെത്തഡ് ഓഫ് റേറ്റ്. റേറ്റ് എഴുതാനുള്ള മെത്തേഡാണ്. റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് എന്തിൻ്റെയൊക്കെ പ്രോഡക്റ്റ്, കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ്. ഓക്കെ, ഇത് റേറ്റ് ലോ എന്നാണ് പറയുന്നത് ഇതിന്. ഓക്കെ, ഞാൻ ഈ പ്രൊപ്പോർഷൻ സൈൻ ഒന്ന് മാറ്റുകയാണ്. അപ്പോൾ റേറ്റ് ഈക്വൽ എന്ന് വരും.
ഞാൻ എഴുതുന്നില്ല, ഇതിലോട്ട് നോക്കിയാൽ മതി. അതായത് റേറ്റിന് ഞാൻ 6 എന്ന ലെറ്ററാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റേറ്റ് ഈക്വൽ പ്രൊപ്പോർഷൻ സൈൻ മാറ്റുമ്പോൾ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരില്ലേ? ആ കോൺസ്റ്റൻ്റ് ആണ് സ്മോൾ ലെറ്റർ കെ ഓഫ് എ ഇൻറ്റു ബി. ഇത് മാത്രം നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. അത് ഇത്രയും പോർഷൻ, ഈ ഒരു കാര്യം മാത്രം ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. കാരണം നമുക്ക് ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്ത പോർഷൻ ആണെങ്കിലും ഇത് അറിഞ്ഞെങ്കിലേ നമുക്കിനി ബാക്കി അങ്ങോട്ട് പഠിച്ചു പോകാനായിട്ട് പറ്റുള്ളൂ. ഒന്നുകൂടെ പറയാം, ഒരു കെമിക്കൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത്, റേറ്റ് എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈക്വൽ സൈൻ ഇടുക, എന്നിട്ട് കെ കൊടുക്കുക. കെ ഒരു കോൺസ്റ്റൻ്റ് ആണ്, റേറ്റ് കോൺസ്റ്റൻ്റ് എന്ന് പറയും. കെ കൊടുക്കുക, എന്നിട്ട് അവിടെ ആരൊക്കെയാണോ റിയാക്റ്റൻസ് അതിനെ സ്ക്വയർ ബ്രാക്കറ്റിലിട്ട് വെച്ചിരുന്നാൽ മതി. അതായത് അതിൻ്റെ കോൺസെൻട്രേഷൻ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മെയിൻ പോർഷനിലേക്ക് പോവാം. അപ്പോൾ നമ്മളിനി പഠിക്കാൻ പോകുന്നു നമ്മുടെ ഫോക്കസ് ഏരിയയിലുള്ള പോർഷൻ തന്നെയാണ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. നമുക്ക് നോക്കാം ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. നമ്മുടെ മെയിൻ പോർഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഫോർ എ റിവേഴ്സിബിൾ റിയാക്ഷൻ, ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വെക്കുക. എ പ്ലസ് ബി ഗീവ് സി പ്ലസ് ഡി. എയും ബിയും കൂടെ ചേരുമ്പോൾ സിയും ഡിയും ഉണ്ടാകുന്ന ഏതോ ഒരു കെമിക്കൽ റിയാക്ഷൻ. ഈ കെമിക്കൽ റിയാക്ഷൻ്റെ ഫോർവേഡ് റിയാക്ഷൻ നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചു. എന്താണ് ഫോർവേഡ് റിയാക്ഷൻ എന്ന്? റിയാക്റ്റൻസ് പ്രോഡക്റ്റ് ആകുന്ന ഈ റിയാക്ഷനെ പറഞ്ഞ പേരാണ് എന്തോന്ന്? ഫോർവേഡ് റിയാക്ഷൻ. അപ്പോൾ ഇതാണ് ഫോർവേഡ് റിയാക്ഷൻ. ഇതിൻ്റെ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് എനിക്ക് കണ്ടുപിടിക്കണം. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ആ ഒരു പോർഷൻ പഠിച്ചത്. ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? റേറ്റിൻ്റെ സിമ്പിൾ എന്തുമായിരുന്നു? ഞാൻ ഇങ്ങോട്ടൊന്ന് എഴുതാവേ. റേറ്റിൻ്റെ സിമ്പിൾ എന്തായിരുന്നു? ആർ അല്ലേ റേറ്റിൻ്റെ. ഇനി എഫ് എന്ന് ഞാൻ ഇടാൻ കാരണം ഫോർവേഡ് റിയാക്ഷൻ എന്ന് കാണിക്കാനാണ്. ഈക്വൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞ് കെ കൊടുക്കണം അല്ലേ, കോൺസ്റ്റൻറ്റ്. ഓക്കെ, കെ കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത്? അവിടെ ആരാണോ റിയാക്റ്റൻസ് അവരെ സ്ക്വയർ ബ്രാക്കറ്റിലിട്ട് കാണിക്കുക. ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി. ഓക്കെ ആണോ? ഇത്രയും. ഇനി കെയുടെ അവിടെ ഞാൻ എഫ് എന്ന് കൊടുക്കുകയാണ്. ഫോർവേഡ് റിയാക്ഷൻ്റെ കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ടാണ് ഇതാ ഈ കിടക്കുന്ന ഇക്വേഷൻ. ഓക്കെ, ഇനി ബാക്ക്വേർഡ് റിയാക്ഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. ബാക്ക്വേർഡ് റിയാക്ഷൻ ആണെങ്കിൽ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഞാൻ ബി എന്ന് കൊടുത്തു. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന റിയാക്ഷനാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അവിടെ ആരാ റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ സിയും ഡിയും അല്ലേ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? കെ ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻറ്റു ആരൊക്കെ? സിയും അതുപോലെ തന്നെ ഡിയും. ഇത്രയും ഓക്കെ ആണോ? ഇത് പഠിച്ചു കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഓക്കെ, ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റും കണ്ടുപിടിക്കുന്ന രീതിയാണ് ഞാനിവിടെ എഴുതിയത്. ഓക്കെ, ഇനി റേറ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡാണ്. ആക്ച്വലി സിംപ്ലി ഇറ്റ് ഈസ് സ്പീഡ്. ഓക്കെ, ഫോർവേഡ് റിയാക്ഷൻ്റെ സ്പീഡും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ സ്പീഡും ഒരുപോലെയാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വിലിബ്രിയം. ഇത് നോക്കിയേ, ഒന്ന് മാറ്റിയാണ്. ഓക്കെ, അറ്റ് ഇക്വിലിബ്രിയം ആകുന്ന സമയത്ത് ഫോർവേഡ് റിയാക്ഷൻ്റെ സ്പീഡും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ സ്പീഡും ഒരുപോലെയാവും. അതായത് അങ്ങോട്ട് പോകുന്ന സ്പീഡും ഇങ്ങോട്ട് വരുന്ന സ്പീഡും ഒരുപോലെയാവും. സോ ആർ എഫ് ഈക്വൽ ആർ ബി, റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈക്വൽ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അന്നേരം നമുക്ക് എങ്ങനെ എഴുതാം? കെ എഫ് ഓഫ് എ ഇൻറ്റു ബി ഈക്വൽ കെ ബി ഓഫ് സി ഇൻറ്റു ഡി. ഓക്കെ ആണോ? അതായത് അങ്ങോട്ടുള്ള റിയാക്ഷനും ഇങ്ങോട്ടുള്ള റിയാക്ഷനും ഒരേ സ്പീഡിലായി. ഓക്കെ, ഞാൻ ഇതിന്ന് കെ എഫ് ബൈ കെ ബി എടുക്കുകയാണ്. കെ എഫ് ബൈ കെ ബി എടുക്കുന്ന സമയത്ത് എനിക്ക് എങ്ങനെ കിട്ടും? കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് കിട്ടും. ഓക്കെ, അന്നേരം കിട്ടുന്ന വാല്യൂ ആണ് ക്യാപിറ്റൽ ലെറ്റർ കെ. ഇതിനെ പറയുന്ന പേരാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി നമുക്ക് കെ ഈസ് കോൾഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇനി നമുക്ക് ഒരു കുറച്ചുകൂടെ വലിയൊരു ഇക്വേഷൻ എടുക്കാം. എ പ്ലസ് ബി ബി ഗീവ് സി സി പ്ലസ് ഡി ഡി. നമ്മൾ നേരത്തെ N2 പ്ലസ് എങ്ങനെയാണ് 3H2 ഗീവ്സ് 2NH3 അങ്ങനെയൊക്കെ എഴുതിയില്ലേ? നമ്മൾ കോൺസെൻട്രേഷനോടെ അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസോടെ കൊടുത്തിട്ട് അതുപോലത്തെ വലിയ ഇക്വേഷൻ എ പ്ലസ് ബി ബി ഗീവ് സി സി പ്ലസ് ഡി ഡി. ഇങ്ങനെയാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ എങ്കിൽ ഇതിലെങ്ങനെ നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതാം? ഇതെല്ലാ കുട്ടികളും പഠിച്ചേ പറ്റുള്ളൂ. കെ എങ്ങനെ എഴുതും? കെ എഴുതാനായിട്ടുള്ള എളുപ്പ വഴി പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ എടുക്കുക. പ്രോഡക്റ്റ് ആരാ? സിയും ഡിയും. അവരുടെ കോൺസെൻട്രേഷൻ എടുക്കുക. എന്നിട്ട് ഓരോ പ്രോഡക്റ്റിൻ്റെയും ഫ്രണ്ടിലുള്ള നമ്പർ, അതായത് നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ എന്ത് വേണോ പറയാം, അതിനെ പവർ ആക്കി മുകളിൽ കൊടുക്കുക. ഇതിൻ്റെ ഫ്രണ്ടിലുള്ള സി ആണ് അതിന് മുകളിൽ കൊടുത്തു, ഇതിൻ്റെ മുന്നിലുള്ള ഡി ആണ് അതിന് മുകളിൽ കൊടുത്തു, ഡിവൈഡഡ് ബൈ. ഇനി റിയാക്റ്റൻസിനെ എടുക്കുക. ഇതേപോലെ ചെയ്യുക. ആദ്യം എ, കോൺസെൻട്രേഷൻ ഓഫ് എ, അതിൻ്റെ മുകളിലായിട്ട് അതിൻ്റെ പവർ കൊടുക്കുക. പിന്നെ അതുപോലെ കോൺസെൻട്രേഷൻ ഓഫ് ബി, അതിൻ്റെ മുകളിലായിട്ട് അതിൻ്റെ പവറും കൊടുക്കുക. കഴിഞ്ഞു. സോ ദിസ് ഈസ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇങ്ങനെ എഴുതുന്ന ഈ മെത്തേഡ്, ഇതിനെയാണ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഏതെങ്കിലും ഒരു ഇക്വേഷൻ തന്നിട്ട് കെ ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് വരും, ഉറപ്പായിട്ടും വരും. മിക്കവാറും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാതെ ഞാൻ ഒരു എക്സാമ്പിൾ ഇവിടെ നിന്ന് എഴുതാം. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ ഇത് തന്നെ തന്നു വെച്ചോ. N2 + 3H2 റിവേഴ്സിബിൾ റിയാക്ഷൻ
2NH3 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നിങ്ങളുടെ പറയും, നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, ഇതിൻ്റെ കെ കണ്ടുപിടിക്കാൻ പറയും, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആയിട്ടുള്ള കെ കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾ എങ്ങനെ മിക്കവാറും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിൻ്റെ കെ എങ്ങനെയാണ് ഇതുപോലെ ഒന്ന് പറഞ്ഞാൽ അതെങ്ങനെ എഴുതുന്നത്? ആദ്യം പ്രോഡക്റ്റിന് എഴുതണം. പ്രോഡക്റ്റ് ആരാ? NH3. സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ആ പ്രോഡക്റ്റ് എഴുതിയതിന് ശേഷം അതിൻ്റെ ഫ്രണ്ടിലുള്ള നമ്പറിനെ അതിൻ്റെ പവർ ആക്കി കൊടുക്കുക. ഓക്കെ, ഡിവൈഡഡ് ബൈ റിയാക്റ്റൻസിനെ അതേപോലെ എഴുതുക. എങ്ങനെ എഴുതും? N2 എന്ന് എഴുതുക. അതിൻ്റെ ഫ്രണ്ടിൽ നമ്പറൊന്നും ഇല്ല, അതുകൊണ്ട് മുകളിലൊന്നും കൊടുക്കണ്ട. അടുത്തത് കോൺസെൻട്രേഷൻ ഓഫ് H2 എന്ന് എഴുതുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ആ നമ്പർ 3 കൊടുക്കുക. ഓക്കെ, സോ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത് കാണിക്കണം നിങ്ങൾ. ഓക്കെ, ഇനി എന്താണ് ലോ ഓഫ് പിന്നെ നമുക്ക് ഈ ഡെറിവേഷനും കാര്യങ്ങളൊന്നും പൊതുവേ എക്സാമിന് ചോദിക്കാറില്ല. ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്താണെന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് ആ ഒരു പോർഷൻ കൂടെ കഴിയുമ്പോൾ ഈ സെക്ഷൻ കംപ്ലീറ്റ് ആവും. നമുക്കിനി ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മളിനി എന്താണ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം നോക്കാൻ പോവാണ്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നല്ലോ. നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇക്വേഷൻ AA + BB = CC + DD. ഇവിടെ ആരൊക്കെയാണ് പ്രോഡക്റ്റ്? സിയും ഡിയും. ആരൊക്കെയോ റിയാക്റ്റൻസ്? എയും ബിയും. ഈ സ്മോൾ ലെറ്റർ എയും ബിയും സിയും ഡിയും ഒക്കെ എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് മോൾസിനെ, അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? കോൺസെൻട്രേഷനെ, അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, അതിനെ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിച്ച് വെച്ച രീതി നമുക്കറിയാമല്ലോ. പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ റിയാക്റ്റൻറ്റ്. ഈ ഒരു എക്സ്പ്രഷനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്ന മെത്തേഡ്. ഇനി എന്താണ് ഈ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം? നമുക്കൊന്ന് ഡിസ്ക്രിപ്റ്റീവായിട്ട് പറഞ്ഞു നോക്കാം. ഇറ്റ് ഈസ് ദ റേഷ്യോ. ഇത് നമുക്ക് അല്ലാതെ ഇത് വായിച്ച് പഠിച്ചാലൊന്നും തലയിൽ കയറില്ല. നമുക്ക് അതിൻ്റെ ഒരു സിമ്പിൾ മെത്തേഡിലൂടെ പറയാം. ഇറ്റ് ഈസ് ദ റേഷ്യോ. അതായത് കെ എന്ന് പറയുന്നത് ഒരു റേഷ്യോ ആണ്. ആരൊക്കെ തമ്മിലുള്ള റേഷ്യോ? പ്രോഡക്ട്സ് ടു ദാറ്റ് ഓഫ് ദ റിയാക്റ്റൻറ്റ്. നമുക്ക് തന്ന റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ പ്രോഡക്റ്റും അതേപോലെ തന്നെ റിയാക്റ്റൻസും തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് ഈ കെ എന്ന് പറയുന്നത്. നമുക്ക് ആ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കാം. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ഇക്വിലിബ്രിയം മോളാർ കോൺസെൻട്രേഷൻസ് ഓഫ് ദ പ്രോഡക്ട്സ് ദാറ്റ് ഓഫ് റിയാക്റ്റൻറ്റ്. പ്രോഡക്റ്റും റിയാക്റ്റൻറ്റും തമ്മിലുള്ള ഒരു റേഷ്യോ ആണിത്. അവരുടെ മോളാർ കോൺസെൻട്രേഷനും കൂടെ അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം. അവരുടെ കോൺസെൻട്രേഷൻസിൻ്റെ ഒരു റേഷ്യോ ആണിത്. ഇനി ഇൻ വിച്ച് ഈച്ച് കോൺസെൻട്രേഷൻ ടേം റേസ്ഡ് ടു എ പവർ. ഓരോ കോൺസെൻട്രേഷൻ ടേം, ഈ എ, അതുപോലെ ഈ ബി, അതുപോലെ ഈ സി, അതുപോലെ ഈ ഡി, ഓരോ കോൺസെൻട്രേഷൻ ടേമും റേസ്ഡ് ടു എ പവർ, ഒരു പവറായിട്ട് മുകളിൽ വെച്ചിരിക്കുകയാണ്. വിച്ച് ഇസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് മോൾസ്. ഈ എയും ബി എന്നൊക്കെ പറഞ്ഞ നമ്പർ ഓഫ് മോൾസ് ആയിരുന്നു. അതിനെ എന്താക്കി വെച്ചിരിക്കുന്നു? പവർ ആക്കി വെച്ചിരിക്കുന്നു ഇൻ എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയത്തിനകത്ത് എത്രയേ ഉള്ളൂ? കെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റേഷ്യോ ആണ്. ആരൊക്കെ തമ്മിലുള്ള റേഷ്യോ? നമുക്ക് തന്ന ഇക്വേഷനിലെ പ്രോഡക്റ്റും അതുപോലെ തന്നെ റിയാക്റ്റൻറ്റും തമ്മിലുള്ള റേഷ്യോ. അവരുടെയൊക്കെ എന്തായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? മോളാർ കോൺസെൻട്രേഷൻ ആയിട്ടാണ് അവരെ റെപ്രസെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർക്ക് എന്തെങ്കിലും നമ്പർ ഓഫ് മോൾസോ മറ്റോ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അവരെ എന്താക്കി വെച്ചു? പവറാക്കി വെച്ചു. ഓക്കെ, കെ പിയും കെ സിയും തമ്മിലുള്ള റിലേഷനാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ്. എക്സാമിന് ചോദിക്കാൻ വളരെ ചാൻസ് കൂടിയ ഒന്നാണ്. ആദ്യം നമുക്ക് എന്താണ് കെ പി എന്ന് നോക്കാം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, അതായത് കെ എ, പ്രഷറിൻ്റെ ടേംസിൽ പറഞ്ഞാൽ അതിനെ കെ പി എന്ന് പറയുന്നു. ഇനി കോൺസെൻട്രേഷൻ്റെ ടേംസിൽ പറയുവാണെങ്കിൽ അത് കെ സി ആണ്. നമുക്ക് ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇതൊരു ഡെറിവേഷനാണ്. ഈ ഡെറിവേഷൻ അങ്ങനെ തന്നെ എക്സാമിന് ചോദിക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഫോമുല വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. നമുക്ക് ആദ്യം കെ പിയും കെ സിയും റിലേഷനാണ് പഠിക്കേണ്ടത്. ലെറ്റ് us consider an equation. നമുക്കൊരു ഇക്വേഷൻ നമുക്ക് നോക്കാം. AA + BB = CC + DD. സാധാരണ നമ്മൾ എടുക്കുന്ന ഒരു ഇക്വേഷൻ ഇങ്ങനെ തന്നെയാണ്. ഈ ഒരു ഇക്വേഷനിൽ ഞാൻ കെ സി കണ്ടുപിടിക്കാൻ പോവാണ്. നമ്മളിത് പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പഠിച്ചായിരുന്നു. പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ബൈ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ. പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ എഴുതുമ്പോൾ അതിൻ്റെ മുന്നിൽ കൊടുത്തിട്ടുള്ള നമ്പർ, അതായത് നമ്പർ ഓഫ് മോൾസോ മറ്റോ ഉണ്ടെങ്കിൽ പവറാക്കി എഴുതണമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. നോക്കാം, ഇവിടെ പ്രോഡക്റ്റ് സിയും ഡിയും ആണ്. ഞാൻ അവരെ കോൺസെൻട്രേഷൻ എന്ന് വെച്ചിട്ട് എഴുതി. സിയുടെ കോൺസെൻട്രേഷൻ, ഡിയുടെ കോൺസെൻട്രേഷൻ. സിയുടെ മുന്നിലുണ്ടായിരുന്ന ആ ഒരു ചെറിയ സി, അതായത് അതിൻ്റെ കോഎഫിഷ്യൻറ്റിനെ എടുത്തിട്ട് പവറാക്കി കൊടുത്തു. ഡിയുടെ മുകളിൽ ആ ഡി കൊടുത്തു. അപ്പോൾ CC/DD/AA/BB. ഓക്കെ, ഇങ്ങനെ എഴുതാൻ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് കോൺസെൻട്രേഷൻ എന്ന് ഈ സ്ക്വയർ ബ്രാക്കറ്റ് കൊണ്ട് മാത്രം നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. നമുക്ക് സി എന്നൊരു ലെറ്റർ കൊണ്ടും കോൺസെൻട്രേഷൻ റെപ്രസെൻറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനിയിപ്പോൾ ഈ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുന്നില്ല, പകരം ഒരു ക്യാപിറ്റൽ ലെറ്റർ സി ഞാൻ ഇവിടെ ഇങ്ങനെ കൊടുക്കുകയാണ്. ഇതിൻ്റെ മീനിങ്, ഈ സിയുടെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? കോൺസെൻട്രേഷൻ എന്നാണ്. ഓക്കെ, അപ്പോൾ കോൺസെൻട്രേഷൻ എഴുതി. ദെൻ ദിസ് സി, ഈ സി ഇവിടെ കൊടുത്തു, ഈ സി മുകളിലും കൊടുത്തു. സി ഇതിൻ്റെ അർത്ഥം സിയുടെ കോൺസെൻട്രേഷൻ, ഈ സി എന്ന് പറയുന്നത് അതിൻ്റെ ആ പവറാണ്. ഓക്കെ, അപ്പുറത്തും കൊടുക്കാം CDD/CAA/CBB. ഓക്കെ, ഈ സി എന്ന് ഉദ്ദേശിക്കുന്ന കോൺസെൻട്രേഷൻ, ബിയുടെ കോൺസെൻട്രേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ബി മുകളിലും കൊടുത്തു. ഓക്കെ, ഇനി
അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ആ പ്രഷറിൻ്റെ ബേസിലൂടെ അത് എഴുതിയിട്ടുണ്ട്. അതായത് KP, ഇവിടെ ഇപ്പോൾ നമ്മൾ KC കണ്ടുപിടിച്ചത്. ഇനി KP കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ C വരുന്ന സ്ഥലങ്ങളിലൊക്കെ പ്രഷർ ആയിരിക്കും. PCC, PDD/PAA, PBB. ഓക്കെ, നല്ലോണം ശ്രദ്ധിച്ച് പഠിക്കണം, ഒത്തിരി പഠിച്ചെടുക്കാനുണ്ട് ഇതിനകത്ത്. ഓക്കെ, അടുത്തത് ഒരു ഐഡിയൽ ഗ്യാസ്, അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, PV = nRT എന്നാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, ബാക്കി നമുക്ക് പിന്നീട് ആവശ്യം വരും. ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ ഇക്വേഷൻ PV = nRT എന്നാണ്. അതിൽ ഞാൻ P കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഈ nRTയുടെ താഴെയാവില്ലേ V, nRT/V എന്നാവും. ഇനി N/V എന്ന് പറഞ്ഞത് നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനെ എങ്ങനെ എഴുതാം? P = CRT എന്ന് എഴുതാം. P = CRT. അപ്പോൾ അതുകൂടെ ഒന്ന് ഓർമ്മിച്ചിരിക്കുക. ഇനി P = CRT അങ്ങനെയാണെങ്കിൽ ഞാൻ ഓരോ ആളിനെ എടുക്കുകയാണ്. PA = CART. ഇതെന്താ ഇങ്ങനെ വന്നെന്ന് നോക്കിയേ. ഈ R എന്ന് പറയുന്ന ആൾ കോൺസ്റ്റൻ്റ് ആണ്, ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഈ രണ്ട് ആൾക്കാരേ ഉള്ളൂ. അതുകൊണ്ട് PA = CART, PB = CBRT, PC = CCRT, PD = PDRT. അത് നമുക്ക് ഇത്രയും CDRT ഇത്രയും നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇനിയാണ് അതിൻ്റെ മെയിൻ പോർഷൻ വരുന്നത്. നമ്മൾ KP എഴുതാൻ പോവാണ്. KPയുടെ ഫോർമുല നമുക്ക് അവിടെ കിട്ടി. എങ്ങനെയാ? PCC, PDD/PAA, PBB. അതിലേക്ക് ഞാൻ ഇതിനെടുത്ത് കൊടുക്കുകയാണ്. ആ ഒരു ഇക്വേഷനിലേക്ക്, ആ കിട്ടിയ ഇക്വേഷനിലേക്ക് ഞാനിപ്പോൾ കിട്ടിയ നോക്കിയേ PCC എന്ന് കിട്ടിയില്ലേ? ആ PCC എന്ന് പറഞ്ഞത് ഞാൻ ഇതിൽ നിന്ന് എടുത്തു. PC എന്ന് പറഞ്ഞത് എന്താ? CCRT എന്ന് പറയുന്ന ആളാണ് ആ PCC. അപ്പോൾ അതിന് പകരം ഞാൻ എന്ത് കൊടുത്തു? CCRT. അതുപോലെ തൊട്ടടുത്തായിട്ട് വന്ന എന്താ? PDD എന്ന് കൊടുത്തതിന് പകരം ഞാൻ എന്ത് കൊടുത്തു? CDRT. അതുപോലെ ബാക്കിയുള്ള ആൾക്കാരെ അതുപോലെ കൊടുത്തു കഴിയുമ്പോൾ എനിക്ക് RT എല്ലാത്തിലും ഉള്ളതുകൊണ്ട് അതിനെ മാത്രമായിട്ട് പുറത്തോട്ട് എടുക്കാൻ പറ്റും. RT എല്ലാത്തിലും RT ഉണ്ട്. ആ RTയെ പുറത്തോട്ട് എടുത്തു. എന്നിട്ട് മുകളിലൊരു Cയും Dയും ഉണ്ട്. അപ്പോൾ C+D, പിന്നെ മൈനസ് ഈ Aയും Bയും, A+B എന്നും കൊടുത്തു. ബാക്കിയുള്ള ആളിനെ അതുപോലെ എടുത്തു. പക്ഷെ അന്നേരം നമുക്ക് കിട്ടിയത് CCC, CDD, CAA, CBB എന്നാണ് കിട്ടിയത്. ഇത് നമ്മൾ എവിടെയോ പഠിച്ചിട്ടില്ലേ കുറച്ച് മുന്നേ? എന്തുവാ അത്? CCC, CDD, CAA, CBB. അതാണ് KC. അപ്പോൾ ഇത്രയും പോർഷന് പകരമായിട്ട് എനിക്ക് എന്ത് കൊടുക്കാം? KC. അപ്പോൾ KP = KC എന്ന് കിട്ടും. KC × RT എന്ന് കിട്ടി. ഇനി ഈ തന്നിരിക്കുന്നത് അതിൻ്റെ പവറുകളാണ്. ഈ പവറുകളുടെ പ്രോഡക്റ്റിൻ്റെ പവർ മൈനസ് റിയാക്റ്റിൻ്റെ പവർ, അത് നമ്മൾ ആ നമ്പർ ഓഫ് മോൾസ് ആണ്. ആ കിട്ടുന്ന സാധനമാണ് ΔN. അപ്പോൾ എനിക്ക് കിട്ടും KP = KC × RT⁻⁴. ഇങ്ങനെ ഒരു റിലേഷൻ ഇവർ തമ്മിൽ നമുക്ക് കിട്ടും. ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുണ്ട്, അത് വേറെയാണ്. ഇതിൻ്റെ റിലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? എനിക്കറിയാം ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പോർഷനാണ്. നമുക്കിത് ഇങ്ങനെ തന്നെ പഠിക്കാൻ പറ്റുള്ളൂ. ഇത് മാക്സിമം ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, ഒരു 2-3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇതും ചോദിക്കാറുണ്ട്. മിക്കവാറും റിലേഷനായിട്ട് തന്നെയായിരിക്കും ചോദിക്കുന്നത്. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിലെ KPയും KCയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് ആണ്. 3 രീതിയിലാണ് ഈ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, പ്രോബ്ലംസ് ചോദിക്കുന്നത്. നമുക്ക് ആദ്യത്തെ പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദ വാല്യൂ ഓഫ് KC എന്നിട്ടൊരു ഇക്വേഷനും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ മോഡലിൽ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഒരു ഇക്വേഷൻ തന്നിട്ട് KCയുടെ വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് തന്നിരിക്കുന്നത് അതിനകത്തുള്ള ആൾക്കാരുടെയൊക്കെ കോൺസെൻട്രേഷൻ ആയിരിക്കും. ഇവിടെ സൾഫർ ഡൈ ഓക്സൈഡിൻ്റെത്, അതുപോലെ തന്നെ ഓക്സിജൻ്റേത്, പിന്നെ അതുപോലെ തന്നെ സൾഫർ ഡൈ ഓക്സൈഡിൻ്റെയൊക്കെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് KC ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ KCയുടെ എക്സ്പ്രഷൻ നമുക്ക് ആദ്യം ഒന്ന് എഴുതാം. KC കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ബൈ റിയാക്റ്റൻ്റിൻ്റെ കോൺസെൻട്രേഷൻ. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ SO3 ആണ്. അപ്പോൾ നമുക്ക് ആ SO3 എഴുതാം. അതിൻ്റെ കോൺസെൻട്രേഷൻ, അതായത് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് SO3 എന്ന് എഴുതാം. എന്നിട്ട് അതിൻ്റെ മുന്നിലുള്ള കോഎഫിഷ്യൻ്റ് ആ 2-നെ ഇതിൻ്റെ പവർ ആക്കി കൊടുക്കുക, ഡിവൈഡഡ് ബൈ. ഇനി റിയാക്റ്റൻസിന് ഇതേപോലെ എഴുതാം. റിയാക്റ്റൻസ് ഒന്ന് SO2 കൊടുത്തു, അതിൻ്റെ പവറായിട്ട് 2 എന്നുള്ളത് കൊടുത്തു. നെക്സ്റ്റ് വൺ O2 എന്ന് കൊടുത്തു, അതിൻ്റെ പവറായിട്ട്, അതിന് പവറില്ല, നമുക്ക് അവിടെ കോഎഫിഷ്യൻ്റ് ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ കോൺസെൻട്രേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആ വാല്യൂ എടുത്ത് അപ്ലൈ ചെയ്യാം. നമുക്ക് അപ്ലൈ ചെയ്യാൻ നേരത്ത് SO3 എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ 1.90 ആണ്. 1.90 മോളാർ എന്നാണ്. അതിൻ്റെ സ്ക്വയർ നമ്മൾ എടുക്കണം. ഓക്കെ, ഡിവൈഡഡ് ബൈ. പിന്നെ തന്നിരിക്കുന്നത് SO2 ആണ്. SO2ൻ്റെ വാല്യൂ 0.6 മോളാർ ആണ്. അതിൻ്റെ കോൺസെൻട്രേഷനാണ് തന്നിരിക്കുന്നത്. ഇങ്ങനെ അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കോൺസെൻട്രേഷൻ്റെ ബ്രാക്കറ്റ് ഇടണമെന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഇട്ടാലും മതി. ഓക്കെ, 0.6 മോളാർ ആണ്. അപ്പോൾ നമുക്ക് 0.6 അതിൻ്റെ
സ്ക്വയർ എടുക്കുക. ദെൻ O2 എന്ന് പറയുന്നത് 0.82 ആണ്. അപ്പോൾ 0.82 അതിനവിടെ നമുക്ക് പവർ ഒന്നും തന്നിട്ടില്ല. സോ ഇത് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടും. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഒരു ഇക്വേഷൻ തന്നിട്ട് അതിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണെന്ന് തന്നിരുന്നാൽ Kc കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ Kc. Kcയുടെ എക്സ്പ്രഷൻ എഴുതാനാണ് തന്നിരിക്കുന്നത്. ഇത് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ജസ്റ്റ് എക്സ്പ്രഷൻ മാത്രം നമ്മൾ എഴുതി കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എഴുതാം. അതിൽ Kc കാണാനായിട്ട് നമുക്കറിയാം പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ബൈ റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻ. പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ എഴുതുമ്പോൾ ആദ്യം NO എഴുതാം. എന്നിട്ട് അതിൻ്റെ പവറായിട്ട് അതിൻ്റെ ഫ്രണ്ടിലുള്ള നമ്പർ, അതായത് കോഎഫിഷ്യൻ്റ് കൊടുക്കാം 2. പിന്നെ അടുത്ത Cl2 എഴുതാം. എന്നിട്ട് അതിൻ്റെ കോഎഫിഷ്യൻ്റ് അതിലില്ല, അപ്പോൾ നമുക്കത് കഴിഞ്ഞു. ഡിവൈഡഡ് ബൈ റിയാക്റ്റൻ്റ് NOCl എന്ന് കൊടുക്കാം. അതിൻ്റെ പവറായിട്ട് അതിൻ്റെ കോഎഫിഷ്യൻ്റായ 2നെയും കൊടുക്കാം. ഓക്കെ, കഴിഞ്ഞു. നമുക്ക് എക്സ്പ്രഷൻ ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്. അതെന്ന് പറയുന്നത് നമുക്കിവിടെ ഇയാൾ ഗ്യാസാണ്, ഇയാൾ ഗ്യാസാണ്, ഇയാളും ഗ്യാസാണ്. ഇവിടെ ആരെങ്കിലും ഒരാൾ സോളിഡ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതിൻ്റെ കോൺസെൻട്രേഷൻ 1 എന്ന് എടുക്കേണ്ടി വരും. കുഴപ്പമില്ല, നമുക്കിവിടെ ഇപ്പോൾ ഇത്ര മാത്രം മതിയാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് അതുകൂടെ ഒന്ന് നോക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ I2 + 5H2 റിവേഴ്സിബിൾ റിയാക്ഷൻ 2IF5. നമുക്കൊന്ന് Kc എഴുതി നോക്കാം. Kc ഈക്വൽ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ബൈ റിയാക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ. പെട്ടെന്ന് എഴുതാം നമുക്ക്. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ IF5 ആണ്. IF5 അതിൻ്റെ കോൺസെൻട്രേഷൻ എഴുതി, മുകളിൽ അതിൻ്റെ പവർ 2 എന്ന് കൊടുത്തു. ഡിവൈഡഡ് ബൈ ഇവിടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് ആരാ? I2. റിയാക്റ്റൻസ് I2 ഉണ്ട്, അതിൻ്റെ പവറൊന്നുമില്ല. H2 ഉണ്ട്, H2വിൻ്റെ പവറായിട്ട് നമുക്ക് 5 എന്ന് കൊടുക്കാം. ഓക്കെ, കഴിഞ്ഞു. ആൻസർ കഴിഞ്ഞു. Kc എഴുതുന്നത് ഇങ്ങനെയാണ്. പക്ഷേ ഇത് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കയ്യിൽ സോളിഡ്സ് ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഇക്വേഷനിൽ സോളിഡ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ 1 എന്നെടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് നോക്കുന്നത് ആദ്യത്തെ ആൾ അയഡിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്, അയഡിൻ സോളിഡ് ആണ്, അതുകൊണ്ട് അതിൻ്റെ കോൺസെൻട്രേഷൻ 1 ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ 1 എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ എക്സ്പ്രഷൻ ഇങ്ങനെ മാറും. IF5 2/H2 അതിൻ്റെ പവറായിട്ട് 5 കഴിഞ്ഞു. കാരണം ഈ I2 എന്ന് പറഞ്ഞാൽ നമുക്ക് 1 എന്ന് എടുക്കാം. ഓക്കെ, കോൺസെൻട്രേഷൻ യൂണിറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മെത്തേഡ്. ജസ്റ്റ് ഇക്വേഷൻ തന്നിട്ട് Kc എഴുതുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മൾ അടുത്തത് ഇതാണ് കൂടുതലും എക്സാമുകൾക്ക് മറ്റേ ക്വസ്റ്റ്യൻ ചോദിക്കില്ല എന്നല്ല, അതും ചോദിക്കാറുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ Kcയുടെ വാല്യൂ കാണണം. ഒരു ഇക്വേഷൻ തന്നിരിക്കും, Kp തന്നിട്ടുണ്ട്. ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കും. Kpയുടെ വാല്യൂ കാണണം, Kc തന്നിരിക്കും. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് Kc ആണ്. Kc കാണാനായിട്ട് നമുക്ക് ആദ്യം Kpയുടെ ഫോമുല ഒന്ന് എഴുതി നോക്കാം, എന്നിട്ട് മാച്ചിട്ട് എഴുതാം. Kpയുടെ ഫോമുല നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ? മറ്റൊരാളെ തന്നിരുന്നാൽ Kc തന്നിരുന്ന Kp കണ്ടുപിടിക്കാനായിട്ട് Kc × RT⁻Δn നമ്മൾ അതിൻ്റെ ഡെറിവേഷനും പഠിച്ചതാണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഇതിൽ നിന്ന് നമ്മൾ കാണേണ്ടത് Kc ആണ്. അപ്പോൾ Kc കാണാനായിട്ട് ഫോമുല എങ്ങനെ മാറും? Kp/RT⁻Δn എന്നാവും. നമുക്കതൊന്ന് എഴുതാം. സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് മായ്ക്കുന്നത്. നമുക്ക് കാണേണ്ടത് Kc ആണ്. Kc കാണാനുള്ള ഫോമുല Kp/RT⁻Δn. അപ്പോൾ നമുക്ക് ഫോമുല കിട്ടി. ഇനി ഇതിനകത്ത് ഉള്ള ആൾക്കാരെ പ്രത്യേകിച്ച് നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ, എക്സാമിന് ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന ആൾക്കാരെ എടുത്തെഴുതുന്നത് ഒരുപാട് നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നമുക്ക് എന്തായാലും Kp തന്നിട്ടുണ്ട്. ആ Kp നമുക്ക് ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതാം. Kp ഈക്വൽ 167 ATM. ഓക്കെ, അതായി. ഇനി അത് കഴിഞ്ഞിട്ട് ആറിൻ്റെ വാല്യൂ നമുക്ക് വേണം. ആർ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാമല്ലോ, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. അതിന് ഒരുപാട് വാല്യൂസ് ഉണ്ട്. ഇവിടെ ATM തന്നിരിക്കുന്നുണ്ട്. ATM ഉള്ള ആ ഒരു കോൺസ്റ്റൻറ്റ് നമുക്ക് എടുക്കേണ്ടി വരും. 0.0821 ലിറ്റർ ATM. ഓക്കെ, അത് മതി, അത്രയും മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ ഇവിടെ തന്നിരിക്കുന്നത് കെൽവിനിൽ തന്നെയാണ്, 1073 കെൽവിൻ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട ഡെൽറ്റ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഡെൽറ്റ കണ്ടുപിടിക്കുന്നത് വളരെ പ്രധാനമാണ്. ഡെൽറ്റ എങ്ങനെ കാണും? അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻസ്. ഇതാണ് ഫോർമുല. പ്രോഡക്റ്റിൻ്റെ നമ്പർ ഓഫ് മോൾസിൽ നിന്ന് റിയാക്റ്റൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ് കുറയ്ക്കണം. പക്ഷേ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, എല്ലാ ആൾക്കാരും ഗ്യാസസ് അറിയണം. ഗ്യാസിന് മാത്രമേ നിങ്ങൾ എടുക്കാവൂ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് എൻ്റെ ആൻസർ ഒന്ന് എഴുതാം. പ്രോഡക്റ്റിൻ്റെ നമ്പർ ഓഫ് മോൾസിൽ നിന്ന് റിയാക്റ്റൻറ്റ് നമ്പർ ഓഫ് മോൾസ് കുറയ്ക്കണം. പ്രോഡക്റ്റിന് നോക്കാം. പ്രോഡക്റ്റിൽ ഇയാളുണ്ട്, 2 പേരുണ്ട്. പക്ഷേ ഒരാൾ സോളിഡാണ്.
അയാളെ കൂട്ടണ്ട, അയാൾ ഗ്യാസിനെ മാത്രം എടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നമ്പർ, ആ ഗ്യാസ് എന്ന് കൊടുത്തിരുന്ന CO2 ആണ്, അതിൻ്റെ ഫ്രണ്ടിൽ നമ്പർ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പോൾ എത്ര നമ്പർ ഓഫ് മോൾസാ? 1. അപ്പോൾ നമുക്ക് എഴുതാം 1 മൈനസ്. ഇനി നമുക്ക് റിയാക്റ്റൻസിലോട്ട് വരാം. റിയാക്റ്റൻസിലുള്ള ആൾ CaCO3, അത് സോളിഡ് ആണ്. സോളിഡ് ആണെങ്കിൽ എടുക്കണ്ട, ഗ്യാസ് ആണെങ്കിൽ മാത്രം എടുത്താൽ മതി. അപ്പോൾ അവിടെ 0, 1 മൈനസ് 0. അപ്പോൾ എത്ര കിട്ടും? 1 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഈ ഒരു ഡെൽറ്റ എൻ കണ്ടുപിടിക്കുന്ന മെത്തേഡ് നല്ലോണം ശ്രദ്ധിച്ചോളണം. ഡെൽറ്റ എൻ കണ്ടുപിടിക്കാനായിട്ട് പ്രോഡക്റ്റ് നമ്പർ ഓഫ് മോൾസിൽ നിന്ന് റിയാക്റ്റൻ നമ്പർ ഓഫ് മോൾസ് കുറയ്ക്കണം. അന്നേരം ഈ നമ്മൾ എടുക്കുന്ന ആൾക്കാരെല്ലാം ഗ്യാസ് അറിയണം. ഗ്യാസ് അല്ലാതെ സോൾഡോ ലിക്വിഡോ ഒന്നും വന്നാൽ നിങ്ങളത് കൺസിഡർ ചെയ്യണ്ട. ഓക്കെ. ഇനി അപ്പോൾ നമുക്ക് അതായി കഴിഞ്ഞു, നമുക്ക് 1 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിൽ ഫോമിൽ അപ്ലൈ ചെയ്യാം. ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് KPയുടെ വാല്യൂ ഉണ്ട് 167 atm ഡിവൈഡഡ് ബൈ, പിന്നെ ആറിൻ്റെ വാല്യൂ ഉണ്ട് 0.0821, പിന്നെ അതുപോലെ തന്നെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ എന്ന് പറയുന്ന 1073 Kelvin ആണ്. ഓക്കെ. റൈസ് ടു ഡെൽറ്റ എൻ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നിങ്ങളത് ചെയ്യുമ്പോൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആൻസറും കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് KPയും KCയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ്. മിക്കവാറും എല്ലാ പ്രോബ്ലംസ് ഇതൊക്കെ തന്നെയായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരുന്ന പ്രോബ്ലംസ്. അപ്പോൾ നല്ലോണം ചെയ്ത് പഠിക്കണം. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുമ്പോൾ ഓക്കെ ആവും. നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് കെമിക്കൽ ഇക്വിലിബ്രിയത്തിൻ്റെ തിയറീസ് അബൌട്ട് ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്ട്സ് എന്ന പോർഷനാണ്. ഇവിടെ നമ്മൾ പഠിക്കുന്ന പല സയൻറ്റിസ്റ്റുകൾ ആസിഡിനെ കുറിച്ചും ബേസിനെ കുറിച്ചും സോൾട്ടുകളെ കുറിച്ചും ഒക്കെ പറഞ്ഞ തിയറീസ് ആണ്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് അറീനിയസ് എന്ന ഒരു സയൻറ്റിസ്റ്റ് കൊണ്ടുവന്ന തിയറിയാണ്. നമുക്ക് അറീനിയസിന്റെ തിയറിയിലോട്ട് പോവാം. അറീനിയസ് പറഞ്ഞു, ആസിഡ് എന്നയാൾ, ആരാണ് ആസിഡ് എന്ന് അറീനിയസ് പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ ഒരാളെ വെള്ളത്തിൽ കലക്കുന്ന സമയത്ത് H+ അയോണിനെ ഡൊണേറ്റ് ചെയ്യുന്നവനാണ് ആസിഡ്. ഇത്രയേ ഉള്ളൂ ആസിഡിന്റെ അദ്ദേഹം പറഞ്ഞ ഡെഫിനിഷൻ. ആസിഡ്സ് വിൽ ഡൊണേറ്റ് H+ അയോൺസ്. ആസിഡ് H+ അയോണിനെ ഡൊണേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്നു. H+ അയോണിനെ റിലീസ് ചെയ്യുന്നവരാണ് ആസിഡ്. എവിടെ വെച്ചിട്ട്? ഇൻ അക്വസ് സൊല്യൂഷൻ. അക്വസ് സൊല്യൂഷൻസിൽ, അതായത് നിങ്ങൾ ആസിഡിനെ വെള്ളത്തിൽ കലക്കിയാൽ അത് H+ അയോണിനെ ഡൊണേറ്റ് ചെയ്യും. ദെൻ വാട്ട് ആർ ബേസസ്? ബേസസ് ആർ ദ സബ്സ്റ്റൻസസ് വിച്ച് വിൽ ഡൊണേറ്റ് ഓർ റിലീസ് OH- അയോൺ. OH- അയോണിനെ റിലീസ് ചെയ്യുന്നവരാണ് ബേസസ്. അതും സെയിം അക്വസ് സൊല്യൂഷന്. അപ്പോൾ ഒന്നാമത്തെ തിയറി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അറീനിയസ് എന്ന സയന്റിസ്റ്റ് പറയാം. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത് അറീനിയസിന്റെ തിയറി മാത്രമായിട്ടായിരിക്കും. അങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ അക്കോർഡിംഗ് ടു അറീനിയസ്, ആസിഡ്സ് ആർ ദ സബ്സ്റ്റൻസസ് വിച്ച് ക്യാൻ റിലീസ് H+ അയോൺസ് ഇൻ അക്വസ് സൊല്യൂഷൻ. അതേസമയം തന്നെ ബേസസ് ആർ ദ സബ്സ്റ്റൻസസ് വിച്ച് റിലീസ് OH- അയോൺസ്. ഓക്കെ. രണ്ടാമത്തെ തിയറിയാണ് ലൗറി ബ്രോൺസ്റ്റഡ് തിയറി. ലൗറിയും ബ്രോൺസ്റ്റഡും പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു ആസിഡ് എന്നത് പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ്. പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ H+നെയാണ് പ്രോട്ടോൺ എന്ന് പറയുന്നത്. ആസിഡ്സ് ആർ പ്രോട്ടോൺ ഡോണേഴ്സ്. പ്രോട്ടോണിനെ കൊടുക്കുന്നവർ, ഡൊണേറ്റ് ചെയ്യുന്നവരാണ് ആസിഡ്സ്. അറ്റ് ദ സെയിം ടൈം ബേസസ് ആർ പ്രോട്ടോൺ അക്സെപ്റ്റേഴ്സ്. പ്രോട്ടോണിനെ ഗെയിൻ ചെയ്യുന്നവരാണ് ബേസസ്. കഴിഞ്ഞു. ഇതാണ് ലൗറി ബ്രോൺസ്റ്റഡ് തിയറി. ഒന്നുകൂടി പറയാം: ആസിഡ്സ് ആർ പ്രോട്ടോൺ ഡോണേഴ്സ് ആൻഡ് ബേസസ് ആർ പ്രോട്ടോൺ അക്സെപ്റ്റേഴ്സ്. പക്ഷേ ഇതിനകത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് എക്സാമിന് വരുന്ന വേറൊരു പോർഷനുണ്ട്: കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസും. അതുകൂടെ നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ എഴുതുന്നു HCl. ഈ HCl എന്ന് പറയുന്നത് ഒരു ആസിഡാണെന്ന് നമുക്കെല്ലാം അറിയാം. ലൗറി ബ്രോൺസ്റ്റഡ് തിയറി അനുസരിച്ച് ഈ ആസിഡ് എന്താ ചെയ്യുന്നത്? അത് അതിൻ്റെ H+നെ ഡൊണേറ്റ് ചെയ്യും. ഇത്തരം ആസിഡുകളെ ബ്രോൺസ്റ്റഡ് ആസിഡ് എന്നാണ് വിളിക്കുന്നത്. അതുകൂടെ ഒന്ന് ഓർമ്മിച്ചോളണേ. ഈ ലൗറി ബ്രോൺസ്റ്റഡ് തിയറി അനുസരിച്ച് പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യുന്നവരാണ് ആസിഡ്സ്. അങ്ങനെ പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആസിഡുകളെ ബ്രോൺസ്റ്റഡ് ആസിഡ് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ ബേസുകളെ ബ്രോൺസ്റ്റഡ് ബേസ് എന്ന് വിളിക്കും. ആയിക്കോട്ടെ. നമുക്കിവിടെ ഈ HCl അത് എന്താ ചെയ്യുന്നത്? അത് അതിൽ നിന്ന് ഒരു H+നെ റിലീസ് ചെയ്യും. H+നെ ആസിഡ് ആകുമ്പോഴത്തേക്ക് H+നെ ഡൊണേറ്റ് ചെയ്യുക ചെയ്യുന്നത്. പ്രോട്ടോൺ ഡോണറാണ്. പിന്നെ ബാക്കിയുള്ളത് ആര്? ഇതിന് H+ പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് Cl- അല്ലേ? ആ പാർട്ടിനെ, അതായത് H+ പോയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പാർട്ടിനെ പറയുന്ന പേരാണ് കോൺജുഗേറ്റ് ബേസ്. മറക്കരുത്, കോൺജുഗേറ്റ് ബേസ്. അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കും. വാട്ട് ഈസ് എ കോൺജുഗേറ്റ് ബേസ്? ഒരു ബ്രോൺസ്റ്റഡ് ആസിഡ് അതിൻ്റെ H+ അയോണിനെ, അതായത് പ്രോട്ടോണിനെ, കുറച്ചുകൂടെ നല്ല പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്തതിൻ്റെ റിമൈനിങ് പാർട്ട്, ബാക്കി വരുന്ന പോർഷനാണ് കോൺജുഗേറ്റ് ബേസ്. അതേപോലെ തന്നെ എൻ്റെ കയ്യിൽ ഒരു കോൺജുഗേറ്റ് എൻ്റെ കയ്യിൽ ഒരു OH- ഉണ്ട്. ഈ OH- എന്ന് പറയുന്നത് ഒരു ബ്രോൺസ്റ്റഡ് ബേസ് ആണ്. എന്താ ബ്രോൺസ്റ്റഡ് ബേസ്? നമ്മളിപ്പോൾ പഠിച്ചേ ഉള്ളൂ. H+നെ വാങ്ങാൻ കഴിയുന്നവർ, പ്രോട്ടോണിനെ വാങ്ങാൻ കഴിയുന്നവർ. ഇയാളൊരു പ്രോട്ടോണിനെ ഗെയിൻ ചെയ്തു എന്ന് വെച്ചാൽ ഒരു H+നെ വാങ്ങി എന്തായിട്ട് മാറും? വാട്ടറായിട്ട് മാറും. നമുക്കറിയാം ഈ OH- H+മായിട്ട് ചേർന്നാൽ.
ഓക്കെ, ഇനി ഒരു ബേസ് ഒരു പ്രോട്ടോണിനെ ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആളെ പറയുന്ന പേരാണ് കോൺജുഗേറ്റ് ആസിഡ്. കോൺജുഗേറ്റ് ആസിഡ്. ഇത് രണ്ടും നല്ലോണം പഠിച്ചോളണം. ഒന്നുകൂടി പറയാം. ഒരു ആസിഡ് അതിൻ്റെ H+നെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന പോർഷനാണ് കോൺജുഗേറ്റ് ബേസ്. അതേസമയം ഒരു ബേസ് ഒരു H+നെ വാങ്ങിക്കഴിഞ്ഞാൽ, ഒരു പ്രോട്ടോണിനെ വാങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്ന സാധനമാണ് കോൺജുഗേറ്റ് ആസിഡ്. ഇത് നിങ്ങൾ ഒരുപാട് എക്സാമ്പിൾസ് ചെയ്ത് പഠിക്കണം. ടെക്സ്റ്റോ നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബുക്കുകളൊക്കെ എടുത്ത് നോക്കിയിട്ട് കോൺജുഗേറ്റ് ആസിഡും കോൺജുഗേറ്റ് ബേസും കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയറും നല്ലോണം പഠിച്ചോളണം. കുറേ എക്സാമ്പിൾസ് ചെയ്ത് തന്നെ ഈസിയാണ്. ഇപ്പോൾ Cl- ആണ് നിങ്ങളുടെ തരുന്നത്. ഇങ്ങനെയായിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. Cl- നിങ്ങൾക്ക് തന്നിട്ട് പറയും ഇതിൽ H+ ആഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയും വേണമെന്നില്ല, ഇതിന്റെ കോൺജുഗേറ്റ് ആസിഡ് കണ്ടുപിടിക്കാൻ പറയും. അങ്ങനെ ആയിരിക്കും പറയുന്നത്. ഇതിന്റെ കോൺജുഗേറ്റ് ആസിഡ് കണ്ടുപിടിക്കുക അങ്ങനെയാണ് പറഞ്ഞെങ്കിൽ ആ സ്പോട്ടിൽ നിങ്ങൾ അതിലേക്ക് ഒരു H+ ആഡ് ചെയ്യുക, എന്നിട്ട് അതിനെ HCl എന്ന് എഴുതിയിട്ട് എഴുതുക. ഇതാണ് കോൺജുഗേറ്റ് ആസിഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചത് ലൗറി-ബ്രോൺസ്റ്റഡ് തിയറിയാണ്. നമുക്കൊന്നുകൂടെ നോക്കാം. അക്കോർഡിംഗ് ടു ലൗറി-ബ്രോൺസ്റ്റഡ് തിയറി, ആസിഡ്സ് ആർ പ്രോട്ടോൺ ഡോണേഴ്സ് ആൻഡ് ബേസ് ആർ പ്രോട്ടോൺ അക്സെപ്റ്റേഴ്സ്. ഇനി ഒരു ആറ്റം ഒരു ആസിഡ് അതിൻ്റെ H+നെ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് പാർട്ടിന് പറയുന്ന പേരാണ് കോൺജുഗേറ്റ് ബേസ്. അതേസമയം ഒരു ബേസ് പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പോർഷനെ പറഞ്ഞ പേരാണ് കോൺജുഗേറ്റ് ആസിഡ്. പിന്നെ അവിടെ എക്സാമ്പിൾ ഒക്കെ തന്നിട്ടുണ്ട്. HCl- നമ്മൾ പഠിച്ച ആ എക്സാമ്പിൾ തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വാട്ടറിൻ്റെ ഒരു കേസ് തന്നിട്ടുണ്ട്. വാട്ടർ, ഈ വാട്ടർ എന്ന് പറഞ്ഞ ആൾക്ക് ഒരു H+നെ വാങ്ങാൻ പറ്റും. അങ്ങനെ അത് H3O+ ആയിട്ട് മാറും. അങ്ങനെ H3O+ ആവുകയാണെന്നുണ്ടെങ്കിൽ ആ പോർഷനാണ് കോൺജുഗേറ്റ് ആസിഡ്. ഓക്കെ, അതൊക്കെ നമുക്കറിയാം. പിന്നെ ഒരു കാര്യം കൂടെ ഒന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ലൗറി-ബ്രോൺസ്റ്റഡ് തിയറി ഫെയിൽഡ് ആയത് ചില ആൾക്കാരുടെ അസിഡിക് ക്യാരക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ ഫെയിലായി. ഈ BF3, AlCl3 തുടങ്ങിയ ആൾക്കാരുടെ അസിഡിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അവരൊക്കെ എന്ത് ആസിഡാണെന്ന് ലൂയിസ് ആസിഡ് നമ്മളിനി പഠിക്കാൻ പോകുന്നതാണ്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ ഫെയിലുവറായി. ഓക്കെ, നമ്മൾ ലാസ്റ്റ് പറയാൻ പോകുന്നതാണ് ലൂയിസ് കൺസെപ്റ്റ്. ഇതെല്ലാവർക്കും അറിയാവുന്നതായിട്ട് ഞാൻ പ്രത്യേകിച്ച് എഴുതി പഠിപ്പിക്കുന്നില്ല. കാരണം ലൂയിസ്, നമ്മളിത് കെമിക്കൽ ബോണ്ടിങ് പഠിച്ചതുമാണ് ലൂയിസിനെ കുറിച്ച്. ലൂയിസ് ഡോട്ട് സിംബലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ലൂയിസ് തിയറി അനുസരിച്ച് ഒരാൾക്ക് അയാളുടെ ലോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ, നമുക്കറിയാം NH3 നമ്മൾ കെമിക്കൽ ബോണ്ടിങ് പഠിച്ചാണ്. അമോണിയയുടെ കയ്യിൽ ഒരു ലോൺ പെയർ ഉണ്ട്. ഈ ലോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ, ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിയുന്ന ആളിനെ പറയുന്ന പേരാണ് ലൂയിസ് ബേസ്. അതിനെ ലൂയിസ് ബേസ് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഒരു ലോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ളവരാണ് ബേസ്. അതേസമയം ഒരു ലോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യാൻ, ഗെയിൻ ചെയ്യാൻ കഴിയുന്നവരാണ് ആസിഡ്സ്. അതാണ് ലൂയിസ് പറഞ്ഞത്. അപ്പോൾ ലൂയിസ് തിയറി അനുസരിച്ച് ബേസസ് ക്യാൻ ഡൊണേറ്റ് എ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. അറ്റ് ദ സെയിം ടൈം ആസിഡ്സ് ക്യാൻ അക്സെപ്റ്റ്. ഓക്കെ, അവരെ ലൂയിസ് ബേസ് എന്ന് ലൂയിസ് ആസിഡ് എന്നുമാണ് പറയുന്നത്. നമുക്ക് അതിന് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഇവിടെ ഇപ്പം നിങ്ങൾ അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളെ ടെക്സ്റ്റ് നോക്കുമ്പോൾ തന്നെ കുറച്ച് എക്സാമ്പിൾസ് കിട്ടും. നമുക്കിപ്പോൾ ഈ NH3 അതുപോലെ ലൂയിസ് ആസിഡിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അലുമിനിയം ക്ലോറൈഡ് നല്ല എക്സാമ്പിളാണ്. ബോറോണിൻ്റെ മിക്കവാറും കോമ്പൗണ്ടുകളൊക്കെ ലൂയിസ് ആസിഡ്സ് ആണ്. അത് നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗം ചെയ്യും. ഈ ഒരു പോയിന്റ് പഠിച്ചു വെച്ചാൽ ബോറോണിൻ്റെ മിക്കവാറും ഏത് കോമ്പൗണ്ട് നിങ്ങൾ എടുത്താലും അത് ലൂയിസ് ആസിഡ് ആയിരിക്കും. കാരണം അവർക്ക് 8 ഇലക്ട്രോൺസ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് അവർ വെളിയിൽ നിന്ന് 2 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യാറുണ്ട്. അങ്ങനെ ഇലക്ട്രോൺ പെയറിനെ ഗെയിൻ ചെയ്യുന്നവരാണല്ലോ ലൂയിസ് ആസിഡ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോറോണിൻ്റെ അലുമിനിയത്തിൻ്റെയൊക്കെ മിക്കവാറും കോമ്പൗണ്ടുകളൊക്കെ ലൂയിസ് ആസിഡുകളാണ്. പിന്നെ ലൂയിസ് ബേസ് ആയിട്ട് നിങ്ങൾക്ക് പറയാവുന്ന നല്ല 2 എക്സാമ്പിൾസ് ആണ് അമോണിയയും വാട്ടറും. കാരണം അമോണിയയിൽ നൈട്രജൻ്റെ കയ്യിൽ ലോൺ പെയർ ഉണ്ട്, വാട്ടറിൻ്റെ ഓക്സിജൻ്റെ കയ്യിലും ലോൺ പെയർ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഫെയിലിയർ എന്താണെന്ന് വെച്ചാൽ റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് ആസിഡ് ആൻഡ് ബേസ്. ആസിഡിൻ്റെയും ബേസിൻ്റെയും റിലേറ്റീവ് സ്ട്രെങ്ത് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ലൂയിസ് തിയറിക്ക് പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പോൾ 3 കാര്യങ്ങൾ മറക്കരുത്. ഒന്നാമത്തേത് അറീനേസ് തിയറി, ആസിഡ് H+നെ ഡൊണേറ്റ് ചെയ്യുന്നു വാട്ടറിൽ, ബേസ് OH- ഡൊണേറ്റ് ചെയ്യുന്നു. 2 ലൗറി-ബ്രോൺസ്റ്റഡ് തിയറി, ആസിഡ് പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യുന്നു, ബേസസ് പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. 3 ലൂയിസ് തിയറി, ലോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യുന്നവൻ ബേസ്, ലോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്നവൻ ആസിഡ്. ഓക്കെ, നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ ആണ്. ഇതുള്ള സിമ്പിൾ ആയിട്ടുള്ളൊരു പോർഷനാണ്. അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ പഠിക്കാനായിട്ട് നമുക്ക് ആദ്യം വാട്ടറിനെ ഇലക്ട്രോളിസിസ് നടത്തുന്ന അല്ലെങ്കിൽ അയണൈസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നോക്കാം. നമുക്കറിയാം വാട്ടറിനെ അയണൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് H+ഉം OH- ആണ്. അതിൻ്റെ K കണ്ടുപിടിക്കാൻ, അതായത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, അത് ഇക്വിലിബ്രിയം ആവുന്ന സമയത്തുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. എങ്ങനെയാണ്? പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ എഴുതി, H+ന്റെ കോൺസെൻട്രേഷൻ, അതുപോലെ OH- കോൺസെൻട്രേഷൻ ബൈ റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻ ആയിട്ടുള്ള വാട്ടർ എഴുതി വെച്ചു. ഓക്കെ, ഇനി നമുക്കിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്തെ K ഓഫ് വാട്ടർ കിട്ടൂലേ? അതിന് പകരം ഞാൻ K ഓഫ് വാട്ടർ എന്ന് തന്നെ എടുത്തിട്ടുണ്ട്. K ഓഫ് വാട്ടർ എന്ന് എടുത്തു. K ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ ഈക്വൽ കോൺസെൻട്രേഷൻ ഓഫ് H+ കോൺസെൻട്രേഷൻ ഓഫ് OH- എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ ഇങ്ങനെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയ ആൻസർ ആണിത്. ഓക്കെ, നെക്സ്റ്റ് വൺ, K ഓഫ് വാട്ടർ എന്നുള്ളത്
ഞാൻ ആ H2Oക്ക് പകരം W എന്ന് ഇട്ടു. അപ്പോൾ KW ഈക്വൽ കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH-, വേർ K ഈസ് ദ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്. ഈ K നമുക്ക് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്, നമ്മൾ നേരത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിച്ച് അതേപോലെ തന്നെയാണ് K വിളിക്കുന്ന പേര് ഇവിടെ, പക്ഷേ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അതിന് മറ്റൊരു പേരൂടെ കൊടുത്തിട്ടുണ്ട്, അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വാട്ടർ. നമ്മുടെ പോർഷൻ്റെ ഹെഡിങ്ങും അത് തന്നെയാണ്, അയണൈസേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ. അപ്പോൾ വാട്ടറിൻ്റെ അയണൈസേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഇത് വാട്ടർ എഴുതിയിട്ട് അതിനെ ഡിസോസിയേറ്റ് ചെയ്യുന്ന മെത്തേഡ് എഴുതി കാണിച്ചിട്ട് അതിൽ K കണ്ടുപിടിക്കുക, അതിൻ്റെ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കിട്ടും. ഓക്കെ, ഇനി ഈ KW പറയുന്ന പേരാണ് അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ. എന്നിട്ട് പറയാം, K ആണ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്, KW ആണ് അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ. സോ ഇറ്റ് ഇസ് വെരി സിമ്പിൾ പോർഷൻ, ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി റൂം ടെമ്പറേച്ചറിൽ അയോണിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ 1 × 10⁻⁻14 മോൾ പെർ ലിറ്റർ. ഇതാണ് വാല്യൂ. ഇതുകൂടെ ഒന്ന് കാണാതെ പഠിച്ചിരിക്കുക. ഓക്കെ, അത് അവിടെ H+ന്റെ കോൺസെൻട്രേഷനും അതുപോലെ OH- കോൺസെൻട്രേഷനും 1 × 10⁻⁻7 ആയിരിക്കും. ടോട്ടലല്ലേ 10⁻⁻14 വരുന്നത്. അപ്പോൾ H+ന്റെ ഇങ്ങനെയൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. റൂം ടെമ്പറേച്ചറിൽ എത്രയാണ് H+ അയോണിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് ചോദിച്ചാൽ ഇതാണ് കോൺസെൻട്രേഷൻ. OH- കോൺസെൻട്രേഷൻ ചോദിച്ചാലും ഇത്. അതേസമയം റൂം ടെമ്പറേച്ചറിൽ KW എത്രയാണെന്ന് ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. പിന്നെ ലാസ്റ്റ് വൺ, H+ന്റെ കോൺസെൻട്രേഷനും OH- കോൺസെൻട്രേഷനും തുല്യമാണെങ്കിൽ അതിനെ ന്യൂട്രൽ സൊല്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. അത് നമ്മളെല്ലാം ചെറിയ ക്ലാസ്സിൽ പഠിച്ച കാര്യം തന്നെയാണ് അല്ലേ. H+ന്റെയും OH- കോൺസെൻട്രേഷൻ സെയിം ആണെങ്കിൽ അത് ന്യൂട്രൽ. ഇനി H+ന്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ അത് ആസിഡ് ആയിരിക്കും, OH- കോൺസെൻട്രേഷൻ കൂടുകയാണെങ്കിൽ അത് ബേസ് ആയിരിക്കും. സോ ഇത്രയുമാണ് അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ അയണൈസേഷൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. പഠിക്കാൻ പോകുന്നത് pH സ്കെയിൽ എന്ന പോർഷനാണ്. ഈ പോർഷനിൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന് pH-മായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അതിൻ്റെ ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ, അത് കഴിഞ്ഞിട്ട് പ്രോബ്ലംസ്. നമുക്ക് ആദ്യം pH എന്താണെന്ന് നോക്കാം. pH സ്കെയിൽ എന്ന് പറയുന്നത് ഇതൊരു ലോഗരിതമിക് സ്കെയിലാണ്. സോറൻസൺ എന്ന സയൻറ്റിസ്റ്റാണ് ഇത് കൊണ്ടുവരുന്നത്, ഡാനിഷ് സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം കണ്ടുപിടിച്ചത് നമ്മുടെ കയ്യിലുള്ള ഒരു വസ്തുവിലെ അസിഡിറ്റി അല്ലെങ്കിൽ ആൽക്കലൈനിറ്റി എത്രത്തോളം ഉണ്ട്, അത് ആസിഡാണോ ആൽക്കലിയാണോ, ആസിഡ് ആണെങ്കിൽ തന്നെ എത്രത്തോളം അസിഡിക്കാണ് അല്ലെങ്കിൽ ആൽക്കലൈൻ ആണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സഹായിക്കുന്ന ഒരു സ്കെയിലാണ് pH സ്കെയിൽ. pH സ്കെയിലിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഈ pH സ്കെയിൽ വർക്ക് ചെയ്യുന്നത് H+ അയോണിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്നതിലാണ്. H+ അയോണിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ സാധാരണ അസിഡിറ്റി കണ്ടുപിടിക്കുക. നമുക്ക് ആ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അതിലോട്ടൊക്കെ വരാം. ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. pH എന്ന വാക്കിൻ്റെ ഒരു pH എന്നതിൻ്റെ മീനിങ് എന്താണ്? ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് പൊട്ടൻസ് ഹൈഡ്രജൻ എന്നാണ്. ഈ പൊട്ടൻസ് എന്ന് പറയുന്നത് ഡാനിഷ് വേർഡാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സ്ട്രെങ്ത് എന്നാണ്. അതായത് എത്രത്തോളം H+ അയോണിൻ്റെ കോൺസെൻട്രേഷൻ ഉണ്ട് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കാരണം ഹൈഡ്രജൻ അയോണിൻ്റെ കോൺസെൻട്രേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരാൾ എത്രത്തോളം അസിഡിക് ആണെന്നും ബേസിക് ആണെന്നും. അത് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, ഇതൊരു ലോഗരിതമിക് സ്കെയിലാണ്. പിന്നെ അതുപോലെ തന്നെ സോറൻസ് എന്ന സയൻറ്റിസ്റ്റാണ് കൊണ്ടുവന്നത്. H+ അയോണിൻ്റെ കോൺസെൻട്രേഷൻ വെച്ചിട്ടാണ് അസിഡിറ്റിയും ബേസിറ്റിയും ഒക്കെ കണ്ടുപിടിക്കുന്നത്. അതുപോലെ പൊട്ടൻസ് ആയിട്ട് ഇതൊന്ന് ശ്രദ്ധിച്ചുകൊള്ളണം, വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന ഒന്നാണ്. പിന്നെ ഈ pH അതിനെ ഡിഫൈൻ ചെയ്യുന്നത് നെഗറ്റീവ് ലോഗരിതം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺ എന്നാണ്. ഇത് ഈ കൊടുത്തിരിക്കുന്ന ഫോമുല അതാണ്, pH ഈക്വൽ നെഗറ്റീവ് ലോഗരിതം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺ. അതുപോലെ POH എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, അത് നെഗറ്റീവ് ലോഗരിതം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് OH-. ഈ രണ്ട് കാര്യങ്ങളും പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, ദെൻ pH സ്കെയില് 0 മുതൽ 14 വരെ pH സ്കെയിലിൽ നമ്പേഴ്സ് ഉണ്ടാവും. നമുക്ക് ആ പിക്ചർ ഒന്ന് നോക്കാം. ഇതാണ് pH സ്കെയില്. 0 മുതൽ 14 വരെ ഇതിനകത്ത് നമ്പേഴ്സ് ഉണ്ടാവും. 7 ആണ് pH വാല്യൂ കിട്ടുന്നതെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സൊല്യൂഷൻ ന്യൂട്രൽ ആയിരിക്കും. ഇനി 7-നെക്കാളും കുറവാണെങ്കിൽ അസിഡിക് ആണ്, കൂടുതലാണെങ്കിൽ ബേസിക്. നിങ്ങളിത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള തന്നെയാണ്. നമുക്ക് വീണ്ടും നമ്മുടെ പോർഷനിലേക്ക് വരാം. നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ചിലപ്പോൾ pH വാല്യൂ ചില സൊല്യൂഷൻസിന് നെഗറ്റീവ് ആണെങ്കിലും ആവാം. നെഗറ്റീവ് വാല്യൂ ആണെങ്കിലും pH വാല്യൂ വരാം. അതുപോലെ തന്നെ ചൂടാക്കുന്ന സമയത്ത് pH വാല്യൂ, സൊല്യൂഷൻസിൻ്റെ pH വാല്യൂ കുറയുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ ചിലപ്പോൾ വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന പോയിന്റ്സ് ആണ്. pH വാല്യൂ ചൂടാക്കുമ്പോൾ കുറയുന്നുണ്ട്. അതുപോലെ നെഗറ്റീവ് വാല്യൂ ആണെങ്കിലും pHന് വരാം. പിന്നെ pH വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് ഒരുപാട് മെത്തേഡുകളുണ്ട്. നമുക്കൊരു pH പേപ്പർ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ pH മീറ്റർ. ഇപ്പം ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു മെത്തഡാണ് ഈ pH മീറ്റർ എന്ന് പറയുന്നത്. ഇത് ഈ ഒരു മെത്തേഡ് നമുക്ക് ഏത് സൊല്യൂഷനാണോ അസിഡിറ്റി അല്ലെങ്കിൽ ആൽക്കലൈൻ ചെക്ക് ചെയ്യാനുള്ളത് അതിന് ജസ്റ്റ് ഈ ഒരു മെഷീനിൽ അതിൻ്റെ നോബ് താഴ്ത്തി വെച്ചാൽ മാത്രം മതി. സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ നമുക്കിവിടെ മീറ്ററിൽ കാണാൻ പറ്റും.
അപ്പോൾ ഈ മെത്തേഡിലൂടെയൊക്കെ നമുക്ക് പി എച്ച് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പി എച്ച് പ്രോബ്ലംസ്, പി എച്ചുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് എങ്ങനെ ചെയ്യുന്നതാണ്. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് പോർഷൻ. എക്സാമിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് പി എച്ച് വാല്യൂ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ്. നമുക്കിനി പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ പി എച്ച്. ഡയറക്റ്റ് ആയിട്ട് പി എച്ച് കണ്ടുപിടിക്കാനായിട്ടൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ 10⁻⁻² മോളാർ HNO3 സൊല്യൂഷൻ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നൈട്രിക് ആസിഡ് സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ കോൺസെൻട്രേഷനും തന്നിട്ടുണ്ട് 10⁻² മോളാർ ആണ്. അപ്പോൾ ഇതൊരു ആസിഡാണ്. ആസിഡിനകത്തുള്ള കോൺസെൻട്രേഷൻ നമുക്കറിയാം, നോ ഡൗട്ട് അത് H+ അയോണിൻ്റെ കോൺസെൻട്രേഷനാണ്. അപ്പോൾ ആ H+ അയോണിൻ്റെ കോൺസെൻട്രേഷനാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 10⁻² മോളാർ. അപ്പോൾ തന്നിരിക്കുന്നത് എടുത്ത് എഴുതുക. ഇനി നമുക്ക് പി എച്ച്, ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പി എച്ച് കാണാം. നമുക്കറിയാം പി എച്ച് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് നെഗറ്റീവ് ലോഗരിതം ഓഫ് H+ അയോൺ. ചിലർ ഈ H+ന് പകരം H3O+, ഹൈഡ്രോണിയം അയോൺ ഇവിടെ H3O+ എന്ന് എഴുതാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് H+ എന്നും കൊടുക്കാം. ഓക്കെ, അപ്പോൾ പി എച്ച് ഈക്വൽ നെഗറ്റീവ് ലോഗരിതം ഓഫ് H+. അപ്പോൾ ഇവിടെ H+ൻ്റെ കോൺസെൻട്രേഷൻ വാല്യൂ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെഗറ്റീവ് ലോഗരിതം ഓഫ് എത്രയാണ്? 10⁻². അപ്പോൾ നെഗറ്റീവ് ലോഗരിതം ഓഫ് 10⁻². എത്രയായിരിക്കും അതിൻ്റെ വാല്യൂ? നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ എഴുതാം. ദാറ്റ് വിൽ ബി 2. അപ്പോൾ ഇങ്ങനെയാണ് പി എച്ച് കണ്ടുപിടിക്കുന്നത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വരാം. അടുത്ത ക്വസ്റ്റ്യൻ, 0.05 മോളാർ H2SO4 സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെ 2 ഹൈഡ്രജൻ ഉള്ള ആളാണ്, അതായത് ഡൈബേസിക് ആസിഡ് എന്നാണ് ഇത്തരം ആൾക്കാരെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യനിൽ ഹൈഡ്രജൻ എത്ര പേരുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയുള്ളൂ. ഇവിടെ 2, അല്ലെങ്കിൽ അങ്ങനെ അറിയാൻ പറ്റണമെന്നില്ലെങ്കിലും നമുക്കിവിടെ അറിയാം 2 ഹൈഡ്രജൻ ആണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ 2 ഹൈഡ്രജനുകളുടെ കോൺസെൻട്രേഷൻ വരുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ H+ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനായിട്ട് തന്നിരിക്കുന്ന കോൺസെൻട്രേഷനെ 0.005 ആ കോൺസെൻട്രേഷനെ ഇൻറ്റു അതിൻ്റെ ബേസിസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അവിടെ 2 ഹൈഡ്രജൻ ഉള്ളത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അന്നേരം നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.01 എന്ന് കിട്ടും. 0.01. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഹൈഡ്രജനുടെ കോൺസെൻട്രേഷൻ കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പി എച്ച് വാല്യൂ കണ്ടുപിടിക്കാം. ഇതിൻ്റെ പി എച്ച് വാല്യൂ കണ്ടുപിടിക്കാൻ അത്രയും മോളാർ. അതിൻ്റെ പി എച്ച് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോർമുല നെഗറ്റീവ് ലോഗരിതം ഓഫ് H+ എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിൽ നമുക്ക് ആ വാല്യൂ എടുത്ത് കൊടുക്കാം. നെഗറ്റീവ് ലോഗരിതം ഓഫ് എത്ര? ഇനി ഇവിടെ നമുക്കിവിടെ ഇതിനെ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഇതിൻ്റെ പവർ കൊടുത്തൊന്ന് ചേഞ്ച് ചെയ്യാം. 0.01 എന്ന് പറയുമ്പോൾ 10⁻² എന്ന് വരും. 10⁻² മോളാർ. അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ നമുക്കിവിടെ എത്ര വരും? 10⁻². നേരത്തെ കിട്ടിയ സെയിം ആൻസർ തന്നെ വരും, 2 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് പി എച്ച് ഓഫ് 10⁻⁸ മോളാർ ആസിഡ് സൊല്യൂഷൻ. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നല്ലോണം ശ്രദ്ധിക്കണം. ഇത് സാധാരണഗതിയിൽ ഒരു ആസിഡെന്നോ മറ്റോ തന്നിരുന്നുവെങ്കിൽ നമുക്ക് ഈ കോൺസെൻട്രേഷൻ H+ൻ്റെ കോൺസെൻട്രേഷൻ ഇത് എടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് വാല്യൂ എടുത്ത് അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ ഇറ്റ് ഈസ് ആസിഡ് സൊല്യൂഷൻ. ഇതൊരു ആസിഡ് സൊല്യൂഷനാണ്. അപ്പോൾ അതിനകത്ത് ആസിഡ് മാത്രമല്ല, വാട്ടർ കൂടി ഉണ്ട്. അതായത് നമുക്കിങ്ങനെ എഴുതാം, ഫ്രം ആസിഡിൽ നിന്നും H+ൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടി. H+ അയോണിൻ്റെ കോൺസെൻട്രേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10⁻⁻8 മോളാർ. പക്ഷേ മറക്കരുത്, ആസിഡ് മാത്രമല്ല, ഇത് ആസിഡ് സൊല്യൂഷൻ. അപ്പോൾ അതിനകത്ത് വാട്ടർ ഉണ്ട്. അപ്പോൾ ഫ്രം വാട്ടറിൽ നിന്നും നമുക്ക് H+ൻ്റെ കോൺസെൻട്രേഷൻ എടുക്കേണ്ടി വരും. വാട്ടറിൽ H+ൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പഠിക്കണം. 10⁻⁷ മോളാർ ആണ്. ഇനി നമുക്ക് ടോട്ടൽ H+ൻ്റെ കോൺസെൻട്രേഷൻ എടുക്കാം. H+ അയോൺ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതാണ്. 10⁻⁸ പ്ലസ് 10⁻⁷. ഇനി ഇവിടെ A⁻m+A⁻n എന്നുള്ളൊരു മോഡലിലാണ് ഇത് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു കോമൺ ഫാക്ടർ പുറത്തെടുത്തേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിവിടെ 10⁻⁸ തന്നെ പുറത്തെടുക്കാം. ഇൻറ്റു 1 + 10 എന്ന് എടുക്കുക. അപ്പോൾ കറക്റ്റ് ആയല്ലോ. 10⁻⁸ പ്ലസ് 10⁻⁷ കറക്റ്റായി. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 10⁻⁸ ഇൻറ്റു 11 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ H+ കോൺസെൻട്രേഷൻ. ഇനി നമുക്ക് ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. പി എച്ചിൻ്റെ കാണാനുള്ള ഫോർമുല നമുക്കറിയാം. പി എച്ച് ഈക്വൽ നെഗറ്റീവ് ലോഗരിതം ഓഫ് H+ കോൺസെൻട്രേഷൻ. H+ എന്നോ H3O+ എന്നോ ഒക്കെ എടുക്കാം നിങ്ങൾക്ക്. ഓക്കെ, നമുക്ക് ഇതിൽ ആ വാല്യൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നെഗറ്റീവ് ലോഗരിതം ഓഫ് എത്ര? 10⁻⁸ ഇൻറ്റു 11 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ലോഗരിതം 10⁻⁻8 എടുക്കുക, ലോഗരിതം 11 എടുക്കുക, എന്നിട്ട് അതിനെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ കിട്ടും.
ഓക്കെ, അപ്പോൾ ഇങ്ങനെ അപ്പോൾ നിങ്ങൾ ആ വാല്യൂ എടുത്ത് ചെയ്താൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്താൽ മതി, ഇതിനകത്ത് ലോഗരിതം കണ്ടുപിടിച്ചിട്ട്. അപ്പോൾ ഇതാണ് മെത്തേഡ്. അപ്പോൾ ഇത് മെത്തേഡ് മറക്കരുത്. നെഗറ്റീവ് ലോഗരിതം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് H+ൻ്റെ കോൺസെൻട്രേഷൻ വേണം. അത് നമ്മൾ എടുക്കുന്നത് ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ആസിഡ് സൊല്യൂഷൻ എന്ന് തന്നിരുന്നാൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. H+ of black coffee is 1.3 × 10⁻⁻5 molar fine pH. ഇത് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈസിയാണ്. നമുക്ക് pH ഡയറക്റ്റ് ആയിട്ട് നമുക്കിവിടെ എന്താ തന്നിരിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന H+ൻ്റെ കോൺസെൻട്രേഷൻ ഒന്നെടുത്ത് എഴുതാം. H+ൻ്റെ കോൺസെൻട്രേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1.3 × 10⁻⁵ മോളാർ. ഇനി നമുക്ക് ഇതിൽ pH കണ്ടുപിടിക്കാം. pH കണ്ടുപിടിക്കാനായിട്ട് നെഗറ്റീവ് ലോഗരിതം ഓഫ് H+, അത് കണ്ടുപിടിക്കാനായിട്ട് തന്നിട്ടുണ്ടല്ലോ H+ൻ്റെ കോൺസെൻട്രേഷൻ. അപ്പോൾ നെഗറ്റീവ് ലോഗ് എത്ര? 1.3 × 10⁻⁵. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ കിട്ടും. എത്രയാണോ നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ ലോഗരിതം ഓഫ് 1.3 എടുക്കുക, ലോഗരിതം ഓഫ് 10⁻⁵ എടുക്കുക. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് വാല്യൂ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. H+ concentration of a soft drink is 3.8 × 10⁻³ molar fine pH. സെയിം ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. pH കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആദ്യം ആ കോൺസെൻട്രേഷനൊക്കെ എടുത്തെഴുതുക. H+ = 3.8 × 10⁻³ മോളാർ എന്നൊക്കെ എടുത്തെഴുതി പിന്നെ pHൻ്റെ ഫോമിൽ എഴുതുക. നെഗറ്റീവ് ലോഗരിതം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് H+. ഇവിടെ H+ എന്ന് വേണമെങ്കിൽ അല്ലെങ്കിൽ H3O+ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ നെഗറ്റീവ് ലോഗരിതം ഓഫ് എത്ര വരും? 3.8 × 10⁻³ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ ഡയറക്റ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് ആണ്. സാധാരണ നിങ്ങൾക്ക് ഈ ഫോക്കസ് ഏരിയ ഒക്കെ ആയതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ തന്നെയുള്ളൂ ചാൻസ്. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യനോട് വരുന്നുണ്ട്, ആൻറ്റി ലോഗരിതം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആൻറ്റി ലോഗരിതം വെച്ചിട്ട് നമുക്ക് ഹൈഡ്രജൻ്റെ കോൺസെൻട്രേഷൻ H+ൻ്റെ അല്ലെങ്കിൽ H3O+ൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷേ നിങ്ങൾ ടെക്സ്റ്റിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻ തന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വെച്ച് അങ്ങ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ മിക്കവാറും നിങ്ങൾക്ക് ഈ ചെയ്ത ക്വസ്റ്റ്യൻസിൽ ഒന്ന് തന്നെ എക്സാമിന് കിട്ടാനാണ് ചാൻസ്. നമ്മളിപ്പോൾ ഈ ചെയ്ത ക്വസ്റ്റ്യൻസിൽ ഒന്ന് തന്നെ കിട്ടാനാണ് ഏറ്റവും ചാൻസ്. ഓക്കെ, അപ്പോൾ നല്ലോണം പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടോ ഏതെങ്കിലും പ്രോബ്ലംസ് ഡൗട്ടോ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, +1 ഫോക്കസ് ഏരിയയിൽ നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയത്തിൻ്റെ ലാസ്റ്റ് പോർഷനാണ് ഇനി പഠിക്കാൻ പോകുന്നത്, ബഫർ സൊല്യൂഷൻ. നിങ്ങളുടെ ഫോക്കസ് ഏരിയ തന്നിട്ടുണ്ട്, അതിൻ്റെ ജസ്റ്റ് ഡെഫിനിഷനും ഒരു എക്സാമ്പിൾ മാത്രം മതിയെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ജസ്റ്റ് ഒരു ഡെഫിനിഷൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലോട്ടൊന്ന് പോവാം. എന്താണ് ബഫർ സൊല്യൂഷൻ? നമ്മൾ ഡെയിലി കഴിക്കുന്ന ആഹാരത്തിൽ ആസിഡ് കണ്ടൻറ്റുള്ള ആഹാരം ഉറപ്പായിട്ടും കാണും. നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കുകയാണ്, നമുക്കറിയാം അതിനകത്ത് ആസിഡ് ഉണ്ട്. പക്ഷേ ഈ നാരങ്ങ വെള്ളം കുടിച്ചു എന്ന് വെച്ചിട്ട് നമ്മുടെ ബോഡിക്ക് കാര്യമായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകുന്നില്ല, ഒരു പ്രോബ്ലം ഉണ്ടാകുന്നില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്കകത്ത് ഒരു ബഫർ സിസ്റ്റം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്താണ് ബഫർ? എന്താണ് ബഫർ സൊല്യൂഷൻ? ഇറ്റ്സ് എ സൊല്യൂഷൻ which can resist the change in pH by the addition of a small amount of acid or alkali. ഒരല്പം ആസിഡോ ആൽക്കലിയോ ആഡ് ചെയ്താലും pHൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകാത്ത ഒരു സൊല്യൂഷൻ. pH നമുക്കറിയാമല്ലോ, കോൺസെൻട്രേഷൻ, ഹൈഡ്രജൻ്റെ കോൺസെൻട്രേഷൻ ആണ്. ഒരല്പം ആസിഡോ ആൽക്കലിയോ ആഡ് ചെയ്താലും വലിയ വ്യത്യാസം ഉണ്ടാവില്ല. എന്നാൽ നേരെ മറിച്ച് എൻ്റെ കയ്യിൽ വെള്ളമാണ് ഇരിക്കുന്നത്, പച്ചവെള്ളമാണ് ഇരിക്കുന്നത്, അതിലേക്ക് ഞാൻ ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ആസിഡിക്കായി മാറും, ആൽക്കലി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കലൈനാവും. പക്ഷേ ഞാനീ പറഞ്ഞ ഇങ്ങനെ ഒരു സൊല്യൂഷൻ, ഇങ്ങനെ ഒരാളിനെ കുറിച്ചല്ല, ജസ്റ്റ് ഒരു സൊല്യൂഷൻ. ഈ സൊല്യൂഷനിലേക്ക് ആസിഡോ ആൽക്കലിയോ ഒരല്പം നിങ്ങൾ ആഡ് ചെയ്താലും അവിടെ pHൽ കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസവും ഉണ്ടാകില്ല എങ്കിൽ അത്തരം സൊല്യൂഷൻസിനെ പറയുന്ന പേരാണ് ബഫർ സൊല്യൂഷൻ. നമ്മുടെ ബോഡിക്കകത്തൊരു ബഫർ സിസ്റ്റം ഉണ്ട്, നമ്മുടെ ബ്ലഡിലുണ്ട്, ബൈകാർബണേറ്റ് ബഫറാണ്. ആ ബൈകാർബണേറ്റ് ബഫർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ആസിഡിറ്റി ഉള്ളതോ അല്ലെങ്കിൽ ആൽക്കലിനിറ്റി ഉള്ളതോ ആയിട്ടുള്ള ആഹാരം കഴിക്കുന്ന സമയത്തും pHലൊന്നും വലിയ വ്യത്യാസം ഉണ്ടാവാത്ത. എന്ന് വെച്ചിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക, സ്മോൾ എമൗണ്ട് ആസിഡ് ആൽക്കലിയാണ്. ഇനി ഒരുപാട് കോൺസെൻട്രേഷൻ കൂടിയ ആസിഡ് എടുത്തിട്ട് കുടിച്ചിട്ട് ഒന്നും പ്രശ്നം ഉണ്ടാവില്ലെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ കൂടുതൽ എമൗണ്ട് കഴിച്ചാലും പ്രോബ്ലം ഉണ്ടാവും. സ്മോൾ എമൗണ്ട് ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നോ പ്രോബ്ലം. ഓക്കെ, നോക്കാം നമുക്ക്. ദ സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് ദ ചേഞ്ച് ഇൻ pH ബൈ ദ അഡീഷൻ ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ് ഓർ ആൽക്കലി ഈസ് കോൾഡ് ബഫർ സൊല്യൂഷൻ. ഇനി നമുക്ക് ഡെഫിനേഷൻ ഇത്രയും മതിയാവും. പക്ഷേ എങ്കിലും ഞാൻ ഇനിയുള്ള പോർഷനോടെ ജസ്റ്റ് ഒന്ന് പറയുവാണ്. കാരണം നമുക്ക് ഫോക്കസ് ഏരിയ തന്നിരിക്കുന്നത് ഡെഫിനേഷനും എക്സാമ്പിളുമാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പക്ഷേ ഇതാണെങ്കിലോ നമുക്കെങ്കിൽ അതുകൂടെ ഒന്ന് പഠിച്ചേക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും അതുകൂടെ ഒന്ന് പഠിക്കാം. ജസ്റ്റ് ഇത്ര തന്നെ പഠിച്ചാൽ മതിയാവുമെങ്കിൽ നമുക്ക് അതുകൂടെ ഒന്ന് പഠിക്കാം. രണ്ട് ടൈപ്പ് ബഫർ സൊല്യൂഷൻസ് ഉണ്ട്. ഒന്ന് അസിഡിക് ബഫറും ഒന്ന് ബേസിക് ബഫറും. നമുക്ക് ആദ്യം അസിഡിക് ബഫർ എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് അസിഡിക് ബഫർ എന്താണെന്നാണ്. ശ്രദ്ധിക്കുക, CH3COOH നമുക്കെല്ലാം അറിയാവുന്ന ഒരു ആസിഡാണ്, വളരെ ശക്തി കുറഞ്ഞ ഒരു വീക്ക് ആസിഡാണിത്. അതിൻ്റെ പേരാണ് അസറ്റിക് ആസിഡ്, അറിയാമല്ലോ. അപ്പോൾ ഇതൊരു വീക്ക് ആസിഡാണ്, ഞാൻ ഇവിടെ നിന്ന് എഴുതുകയാണ് വീക്ക് ആസിഡ്. ഓക്കെ, ഈ വീക്കായിട്ടുള്ള ഇയാളെ ഞാൻ CH3COOHനെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആൽക്കലിയുമായിട്ട് ചേർക്കുകയാണ്. സ്ട്രോങ് ആൽക്കലി നമുക്കറിയാം, സ്ട്രോങ് ആൽക്കലിക്ക് എക്സാമ്പിളാണ് NaOH.
സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആൽക്കലിയാണ്. ഇതൊരു ആസിഡ്, ഇതൊരു ആൽക്കലി. ആസിഡും ബേസും അല്ലെങ്കിൽ ആസിഡും ആൽക്കലിയും കൂടെ ചേർന്ന് എന്തൊക്കെ ഉണ്ടാവും? സോൾട്ടും വാട്ടറും. അപ്പോൾ നമുക്കറിയാം വാട്ടർ എന്ന് പറഞ്ഞാൽ ഈ എച്ചും ഈ OHും കൂടെ ചേരുമ്പോഴല്ലേ വാട്ടർ ആവുന്നത്. ബാക്കിയുള്ള എന്താ? CH3COONA. അതിന് പറയുന്ന പേരാണ് സോൾട്ട്. ആ സോൾട്ടിനെ നമുക്ക് ഇങ്ങനെ എടുക്കാം, എന്നിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം CH3COONA. ഓക്കെ, സോഡിയം അസറ്റേറ്റ് എന്ന് പറഞ്ഞൊരു സോൾട്ട് അവിടെ കിട്ടി. അതായത് ഒരു വീക്ക് ആസിഡും ആ വീക്ക് ആസിഡ് ഒരു സ്ട്രോങ് ബേസുമായിട്ട് ചേർന്നപ്പോൾ കിട്ടിയ സോൾട്ടും കൂടെ, ഇതൊരു സോൾട്ടാണ്, ചേർന്ന് കഴിഞ്ഞാൽ ഇതിനെ പറയുന്ന പേരാണ് അസിഡിക് ബഫർ. ഇതാണ് അസിഡിക് ബഫർ. അപ്പോൾ അസിഡിക് ബഫർ എല്ലാവരും ഓർമ്മിച്ച് വെച്ചേക്കുക. ഒരു വീക്ക് ആസിഡ് കാണും, അതിൻ്റെ തന്നെ ഒരു സോൾട്ട് കാണും. ആരുമായിട്ട് ചേർന്നപ്പോൾ സോൾട്ട്? ഒരു സ്ട്രോങ് ആൽക്കലിയുമായിട്ട് ചേർന്നപ്പോൾ, സ്ട്രോങ് ബേസുമായിട്ട് ചേർന്നപ്പോൾ സോൾട്ടും. ഇതിനെ ഒരുമിച്ച് പറഞ്ഞ പേരാണ് അസിഡിക് ബഫർ. ഇനി നേരെ തിരിച്ച് ഒരു വീക്ക് ബേസ് നമ്മുടെ കയ്യിൽ കാണും. വീക്ക് ബേസ് അമോണിയം ഹൈഡ്രോക്സൈഡ് പോലുള്ള ഒരു വീക്ക് ബേസ് കാണും. എന്നിട്ട് ഈ വീക്ക് ബേസ് ഒരു സ്ട്രോങ് ആസിഡുമായിട്ട് ചേരുമ്പോൾ, അതുകൂടെ ഒന്ന് എഴുതാം നമുക്കിനി, അതിൻ്റെ മാത്രം ഇതുണ്ട്. ഇപ്പോൾ അമോണിയം ക്ലോറൈഡ് ഒരു വീക്ക് അമോണിയം ഹൈഡ്രോക്സൈഡ് ഒരു വീക്ക് ആൽക്കലിയാണ്. അമോണിയം ഹൈഡ്രോക്സൈഡ് വീക്ക് ആൽക്കലിയാണ്. അതിന് സ്ട്രോങ് ആസിഡുമായിട്ട് HCl ചേർക്കുന്നു. അങ്ങനെ ചേർക്കുന്ന സമയത്ത് ഈ OH വെച്ചും കൂടെ ചേർന്ന് വാട്ടർ ആവും. ബാക്കിയുള്ള NH4Cl. ആ NH4Cl എന്ന സോൾട്ടുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഇതിനെ പറയുന്ന പേരാണ് ബേസിക് ബഫർ. ബേസിക് ബഫർ. അപ്പോൾ ബേസിക് ബഫർ എന്തുവാ? ഇതെന്താ സാധനം? ഒരു വീക്ക് ബേസ്. ഒരു വീക്ക് ബേസാണ്. ഒരു വീക്ക് ബേസും അതിൻ്റെ സോൾട്ടും. ഇത് അതിൻ്റെ സോൾട്ടാണ്. ആരുമായിട്ട് ചേർന്നപ്പോൾ സോൾട്ട്? സ്ട്രോങ് ആസിഡുമായിട്ട് ചേർന്നപ്പോൾ സോൾട്ട്. ഇതിനെ പറയുന്ന പേരാണ് ബേസിക് ബഫർ. അപ്പോൾ നമ്മൾ 2 ടൈപ്പ് ബഫർ ഉണ്ടെന്ന് പഠിച്ചു, അസിഡിക് ബഫറും ബേസിക് ബഫറും. ഓക്കെ, നമുക്ക് ഇനി നമ്മുടെ നോട്ടിലോട്ട് വരാം. 2 types of buffer solutions are acidic buffer and basic buffer. ഇനി 1-2 പോയിന്റ് വെറുതെ ഒന്ന് കേട്ട് വയ്ക്കുക നിങ്ങൾക്ക്. അതായത് the mechanism by which buffer solution resists the change in pH is called buffer action. ഒരു ബഫർ സൊല്യൂഷനിലേക്ക് നിങ്ങൾ ആസിഡോ ആൽക്കലിയോ ആഡ് ചെയ്താലും pH ഒന്നും ചേഞ്ച് ആകില്ലല്ലോ. ആ ഒരു മെക്കാനിസം അതെങ്ങനെയാണ് റെസിസ്റ്റ് ചെയ്യുന്നത്? ആ മെക്കാനിസത്തിനെ പറഞ്ഞ പേരാണ് ബഫർ ആക്ഷൻ എന്ന് പറയും. ചോദിക്കാൻ ചാൻസ് ഇല്ല, എങ്കിലും ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. പിന്നെ ബ്ലഡ് ഒരു ബഫർ സൊല്യൂഷനാണ് നമ്മൾ പറഞ്ഞു. ബ്ലഡിനകത്ത് ബൈകാർബണേറ്റ് ബഫറാണുള്ളത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒറ്റ പോയിന്റ്, ബ്ലഡിനകത്തുള്ള ബഫർ ബൈകാർബണേറ്റ് ബഫറാണ്, ഒന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. പിന്നെ ബഫർ കപ്പാസിറ്റിയും പിന്നെ ഈ pH കണ്ടുപിടിക്കാനുള്ള, അതായത് ഹെൻഡേഴ്സൺ ഹെസൽബാച്ച് ഇക്വേഷൻ ഒന്നും നിങ്ങൾക്ക് വേണ്ട, അതൊന്നും വേണമെന്നില്ല. വേണമെങ്കിൽ നിങ്ങളൊന്ന് നോക്കി വായിച്ച് വയ്ക്കുക. ഈ ഇക്വേഷൻ വെച്ചിട്ടൊന്നും പ്രോബ്ലം ചെയ്യാനൊന്നും നിങ്ങൾക്ക് ചോദിക്കില്ല. പിന്നെ ബഫർ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എത്രമാത്രം ആസിഡിലേക്ക് ബേസിനെ ആഡ് ചെയ്യുന്നു ബൈ എത്രത്തോളം pH ചേഞ്ച് ആയി എന്നുള്ളതാണ് ബഫർ കപ്പാസിറ്റി. ഞാൻ ഈ ലാസ്റ്റ് പറഞ്ഞ പോർഷൻസ് ഒന്നും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഇല്ല, കാരണം പ്രത്യേകിച്ച് അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തതും ഫോക്കസ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ബഫറിൻ്റെ ഡെഫിനിഷൻ നമ്മൾ തുടക്കത്തിൽ പഠിച്ചില്ല, എന്താണ് ബഫർ എന്നുള്ള ബഫർ സൊല്യൂഷൻ, ആ ഡെഫിനിഷനും എക്സാമ്പിളും ബൈകാർബണേറ്റ് ബഫർ. ഓക്കെ, എത്ര തന്നെ മതിയാവും, പിന്നെ എല്ലാം പഠിച്ചാൽ അത്രയും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇതോടെ ഇക്വിലിബ്രിയത്തിൻ്റെ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫോക്കസ് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി എക്സാമിന് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അത്യാവശ്യമായിട്ട് വേണ്ട പോർഷൻസ് ഏതെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കൂടെ വീഡിയോ പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് നോക്കാം.